Good morning. എല്ലാവർക്കും good morning. Good morning. Good morning, ma'am. എല്ലാവരും വേഗം കയറിക്കോളൂ കേട്ടോ ക്ലാസ്സില്. ഓക്കെ, എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചോ? ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞോ എല്ലാവരുടെയും? ഓക്കെ, നവ്യ ഗുഡ് മോർണിംഗ്. കഴിഞ്ഞു അല്ലേ? അപ്പൊ നമുക്ക് ഇന്നത്തെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. ഓക്കെ, നമ്മള് കഴിഞ്ഞ ദിവസം നമ്മള് ബ്ലഡ് ബാങ്ക് എന്ന് പറയുന്ന ചാപ്റ്റർ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത് അല്ലെ. അപ്പൊ എന്താണ് ബ്ലഡ് ബാങ്ക് എന്ന് നമ്മൾ കണ്ടു. പിന്നെ അതിന്റെ പ്രധാനപ്പെട്ട ഫങ്ഷൻസുകളൊക്കെ മനസ്സിലാക്കി അല്ലെ. ഒരു ബ്ലഡ് ബാങ്കിന്റെ പ്രധാനപ്പെട്ട ഫങ്ഷനുകൾ എന്തൊക്കെയാണ്, പിന്നെ അതിന്റെ ലൊക്കേഷൻ നമ്മൾ പറഞ്ഞു അല്ലെ. ഇതേ ലൊക്കേഷൻ ഓഫ് ബ്ലഡ് ബാങ്ക് എവിടെയാണെന്ന് നമ്മൾ പറഞ്ഞത് ഗ്രൗണ്ട് ഫ്ലോറിലാണ് അല്ലെ. ഓക്കെ, ഗ്രൗണ്ട് ഫ്ലോറിലാണ്. പിന്നെ നമ്മൾ ഒരു ബ്ലഡ് ബാങ്കുമായിട്ട് ബന്ധപ്പെട്ട ഓർഗാനോഗ്രാം കണ്ടിരിക്കും അല്ലെ. ഓർഗാനോഗ്രാം ഓർമ്മയുണ്ടല്ലോ. ഓക്കെ, അത് മനസ്സിലാക്കി. പിന്നെ നമ്മൾ കണ്ടത് ടെസ്റ്റിംഗ് ആണ് അല്ലെ. ടെസ്റ്റിംഗും കംപ്ലീറ്റ് ആയിട്ടില്ല. 2 ടെസ്റ്റിന്റെ കാര്യം മാത്രമേ നമ്മൾ 2 അല്ല 3 എണ്ണം. ഓക്കെ, 3 ടെസ്റ്റിന്റെ കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത് അല്ലെ. ഏതൊക്കെ ടെസ്റ്റുകളാണ്? ഇപ്പൊ സാധാരണയായിട്ട് ബ്ലഡ് ബാങ്കിലേക്ക് ബ്ലഡ് കളക്ട് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ ചില പ്രാഥമികമായിട്ടുള്ള പരിശോധനകൾ അവിടെ നടത്തുന്നുണ്ട് അല്ലെ. അവിടെ നമുക്ക് കൊടുത്തേക്കുന്ന വളരെ കുറച്ച് പരിശോധനകൾ മാത്രമേ ഉള്ളൂ. അത് മാത്രം, അതിന് കൂടുതൽ ടെസ്റ്റുകൾ അവിടെ നടക്കുന്നുണ്ട്. പക്ഷെ നമുക്ക് പഠിക്കാനുള്ളത് കുറച്ച് പ്രിലിമിനറി ടെസ്റ്റുകൾ മാത്രമാണ്. അതിൽ ആദ്യം വരുന്നത് ഗ്രൂപ്പിംഗ് ടെസ്റ്റ് ആണെന്ന് നമ്മൾ പറഞ്ഞു അല്ലെ. ABO ഗ്രൂപ്പിംഗ് സിസ്റ്റം ആണ് എന്ന് നമ്മൾ പറഞ്ഞു അല്ലെ. എ ഗ്രൂപ്പ് ഉണ്ട്, 4 ബ്ലഡ് ഗ്രൂപ്പ് ആണ് ഉള്ളത് കേട്ടോ. 4 ബ്ലഡ് ഗ്രൂപ്പ് ആണ് A, B, AB, O. നമ്മൾ പറഞ്ഞു എ എന്ന് പറയുന്ന ബ്ലഡ് ഗ്രൂപ്പിനകത്ത് ആന്റിജൻ എയും, ബി എന്ന് പറയുന്ന ബ്ലഡ് ഗ്രൂപ്പിനകത്ത് ആന്റിജൻ ബിയും, AB എന്ന് പറയുന്ന ബ്ലഡ് ഗ്രൂപ്പിനകത്ത് എയും ബിയും എന്ന ആന്റിജനും. ഇനി ആന്റിജൻസ് ഒന്നുമില്ലാത്ത ബ്ലഡ് ഗ്രൂപ്പ് ഏതാണെന്ന് പറഞ്ഞത്? ആന്റിജൻസ് ഒന്നുമില്ലാത്ത ബ്ലഡ് ഗ്രൂപ്പ് ഏതാണ്? ഏതാണ് ആ ബ്ലഡ് ഗ്രൂപ്പ്? ആന്റിജനുകൾ ഒന്നുമില്ല. ഓ, വെരി ഗുഡ്, കറക്റ്റ് ആണ് കേട്ടോ. ഗഗന, നിഷ, ശരണിയൊക്കെ പറഞ്ഞ കറക്റ്റ് ആണ്. ഋതുമോൾ, അഞ്ജന, ഓക്കെ, ഡോണ, ദീപ്തി, ആരാണ്? അഭിനവ്, ഓക്കെ, ഐശ്വര്യ, ഐശ്വര്യ അച്ചു അല്ലെ. ഓക്കെ, O ഗ്രൂപ്പ് ആണ് കേട്ടോ. ഇസ്മ പറയുന്ന O ഗ്രൂപ്പ് ആണ്, കറക്റ്റ് ആണ്. ആന്റിജൻസ് ഒന്നുമില്ലാത്ത ബ്ലഡ് ഗ്രൂപ്പ് ആണ് O എന്ന് പറയുന്നത്. അപ്പൊ ആദ്യം നമ്മൾ നടത്തുന്നത് ഗ്രൂപ്പിംഗ് ടെസ്റ്റ് ആണെന്ന് പറയും. രണ്ടാമത്തത് നമ്മൾ പറഞ്ഞു RH ടൈപ്പിംഗ് ആണ് അല്ലെ. എന്താണ് RH ഫാക്ടർ എന്ന് പറഞ്ഞാല്? ഒരു ബ്ലഡ് ഗ്രൂപ്പ് അത് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്ന് തീരുമാനിക്കുന്ന ഒരു ഫാക്ടർ ആണ് എന്ത്? RH ഫാക്ടർ എന്ന് പറയുന്നത് അല്ലെ. RH ഫാക്ടർ ഉണ്ടെങ്കിൽ, പ്രസന്റ് ആണെങ്കിൽ അതേതായിരിക്കും? RH ഫാക്ടർ ഉണ്ടെങ്കിൽ അതേതായിരിക്കും? പോസിറ്റീവ് ആയിരിക്കും. കറക്റ്റ് ആണ് കേട്ടോ സുരേഷ്, പോസിറ്റീവ് ആയിരിക്കും. ഓക്കെ, കറക്റ്റ് ആണ്. RH ഇല്ല എന്നുണ്ടെങ്കിലോ അത് നെഗറ്റീവ് ആയിരിക്കും. ഓക്കെ, ദീപ്തി കറക്റ്റ് ആണ് കേട്ടോ. വിസ്മ, ദീപ്തി കറക്റ്റ് ആണ്, നെഗറ്റീവ് ആയിരിക്കും. അപ്പൊ RH ഉണ്ടെങ്കിൽ അത് പോസിറ്റീവ് ആയിരിക്കും, RH ഇല്ല എങ്കിൽ അത് നെഗറ്റീവ് ആയിരിക്കും. പിന്നെ നമ്മൾ പറഞ്ഞത് ട്രാൻസ്ഫ്യൂഷൻ റിയാക്ഷൻ ടെസ്റ്റുകളെ പറ്റിയാണ് അല്ലെ. ട്രാൻസ്ഫ്യൂഷൻ റിയാക്ഷൻ ടെസ്റ്റ്, ഒരു കാര്യം എപ്പോഴും മനസ്സിലുണ്ടാവുക, ട്രാൻസ്ഫ്യൂഷൻ റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ ഈ ട്രാൻസ്ഫ്യൂഷൻ സംബന്ധമായിട്ട് വരുന്ന, ഓക്കെ ആമിന ഗുഡ് മോർണിംഗ്, അതായത് ട്രാൻസ്ഫ്യൂഷൻ സംബന്ധമായിട്ടുണ്ടാകുന്ന ചില പ്രതികൂല റിയാക്ഷൻസിനെയാണ് കേട്ടോ പൊതുവെ നമ്മൾ ട്രാൻസ്ഫ്യൂഷൻ റിയാക്ഷൻ എന്ന് പറയുന്നത്. അതായത് പ്രതികൂലമായിട്ടുണ്ടാകുന്ന പ്രശ്നങ്ങളാണ് എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിയിൽ നിന്ന് മറ്റൊരു വ്യക്തിയിലോട്ട് ബ്ലഡ് ഡൊണേറ്റ് ചെയ്യുന്ന സമയത്ത് സ്വീകർത്താവിൽ ചില കോംപ്ലിക്കേഷൻസ് ഉണ്ടാക്കാൻ സാധ്യതയുള്ള ചില റെഡ് ബ്ലഡ് സെൽ ആന്റിബോഡീസുകളുടെ സാന്നിധ്യം തിരിച്ചറിയുന്നതിനുള്ള
സ്ക്രീനിങ് ടെസ്റ്റുകളും എവിടെ നടത്തുന്നുണ്ട്? ബ്ലഡ് ബാങ്കിനകത്ത് നടത്തുന്നുണ്ട്. ഇവിടെയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു നിർത്തിയത് കേട്ടോ. ഓക്കെ, അപ്പൊ ഇതൊക്കെ നിങ്ങൾ വായിച്ചു നോക്കിയോ? ഇതുവരെയുള്ള ഭാഗങ്ങളൊക്കെ ക്ലിയർ അല്ലേ നിങ്ങൾക്ക്? ഓക്കെ ആണ്. അതിന് ബാക്കി നോക്കാം കേട്ടോ. അപ്പൊ ഞാൻ ഓൾ മ്യൂട്ട് ചെയ്യാണ്. അപ്പൊ മൂന്നാമത്തെ പോയിന്റ് ആണ് നമ്മൾ പറഞ്ഞത്, സ്ക്രീനിങ് ഫോർ എനി ആക്സിഡന്റൽ റെഡ് ബ്ലഡ് സെൽ ആന്റിബോഡീസ് ദാറ്റ് മേ കോസ് ദ കോംപ്ലിക്കേഷൻസ് ഇൻ ദ റെസിപ്പിയന്റ്. ദാറ്റ് മീൻസ് ദ ട്രാൻസ്ഫ്യൂഷൻ റിയാക്ഷൻ ടെസ്റ്റ്. അതായത് സ്വീകർത്താവില് സങ്കീർണതകൾ ഉണ്ടായേക്കാവുന്ന ചില റെഡ് ബ്ലഡ് സെൽ ആന്റിബോഡീസുകളുടെ സാന്നിധ്യമുണ്ടോ എന്ന് തിരിച്ചറിയുന്നതിനുള്ള സ്ക്രീനിങ് ടെസ്റ്റുകളും ബ്ലഡ് ബാങ്കിനകത്ത് നടത്തുന്നുണ്ട്. അടുത്ത നോക്കൂ, നെക്സ്റ്റ് ടെസ്റ്റ് എന്താണ് നോക്കിയേ? സ്ക്രീനിങ് ഫോർ കറന്റ് ഓർ പാസ്റ്റ് ഇൻഫെക്ഷൻസ് ഇൻക്ലൂഡിംഗ് ഹെപ്പറ്റൈറ്റിസ് വൈറസസ് ബി ആൻഡ് സി, ഹ്യൂമൻ ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി വൈറസ് HIV, പിന്നെ എന്താണ് ട്രിപ്പോനിമ പാലിഡം അഥവാ ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട് സിഫിലിസ്. അപ്പോ നാലാമത്തെ ടെസ്റ്റ് എന്താണ് പറയുന്നത്? നിലവിലുള്ളതോ അല്ലെങ്കിൽ ഉണ്ടായിരുന്നതോ ആയിട്ടുള്ള ഏതെങ്കിലും തരത്തിലുള്ള ഇൻഫെക്ഷൻസ് ഉണ്ടോ എന്നറിയുന്നതിനുള്ള ടെസ്റ്റിങ്ങുകളും എവിടെ നടത്തുന്നുണ്ട്? ബ്ലഡ് ബാങ്കിനകത്ത് നടത്തുന്നുണ്ട് അല്ലെ. ഇൻഫെക്ഷൻ ഉണ്ടാവരുത്, നമ്മൾ വേറൊരാൾക്ക് കൊടുക്കുന്ന ബ്ലഡ് ആണ് അല്ലെ, അതിനകത്ത് ഇൻഫെക്ഷൻസ് ഉണ്ടാവാനായിട്ട് പാടുള്ളതല്ല. ഇവർ പ്രത്യേകം പറയുന്നുണ്ട് നിലവിലുള്ളതോ അല്ലെങ്കിൽ മുമ്പ് ഉണ്ടായിരുന്നതോ ആയിട്ടുള്ള ചില ഇൻഫെക്ഷൻസുകൾക്കുള്ള പരിശോധനകളും ബ്ലഡ് ബാങ്കിനകത്ത് നടത്തുന്നുണ്ട്. ഏതൊക്കെ ഇൻഫെക്ഷൻസ് ആണത് പ്രത്യേകം അവരിവിടെ എടുത്തു പറയുന്നുണ്ട്, അത് നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. ഒന്നാമത്തത് ഹെപ്പറ്റൈറ്റിസ് വൈറസസ് ബി ആൻഡ് സി ആണ് കേട്ടോ. ഹെപ്പറ്റൈറ്റിസ് എന്താണ്? ഹെപ്പറ്റൈറ്റിസ് എന്ന് പറയുമ്പോൾ കരൾ വീക്കമാണ് കേട്ടോ. ഇറ്റ് ഈസ് ദ ഇൻഫ്ലമേഷൻ ഓഫ് ദ ലിവർ ആണ് കേട്ടോ. കരൾ വീക്കത്തിനെയാണ് നമ്മൾ ഹെപ്പറ്റൈറ്റിസ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ ഹെപ്പറ്റൈറ്റിസ് ബി ആൻഡ് സി, ഹെപ്പറ്റൈറ്റിസ് വൈറസ് ബി ആൻഡ് സി ഇതെന്ന് പറയുന്നത് പ്രധാനമായിട്ടും ഇത്തരത്തിലുള്ള ബ്ലഡ് പോലെയുള്ള ബോഡി ഫ്ലൂയിഡ്സിലൂടെയാണ് അത് ട്രാൻസ്മിറ്റ് ചെയ്യപ്പെടുന്നത്. അത്യാവശ്യം ഗുരുതരമായിട്ടുള്ള അസുഖമാണ് ഹെപ്പറ്റൈറ്റിസ് ബി സി എന്നൊക്കെ പറയുന്നത്. വളരെ ഗുരുതരമായിട്ട് വരുന്ന കരൾ വീക്കമാണ് കേട്ടോ. ബിയും സിയും മാത്രമല്ല, എ ബി ഇ ഒക്കെ ഉണ്ട് കേട്ടോ. എ ബി സി ഡി ഇ വരെ ഉണ്ട് ഹെപ്പറ്റൈറ്റിസ്. അതിനകത്ത് എയും ഡിയും ഇ ഒക്കെ കൂടുതലും കണ്ടാമിനേറ്റഡ് ഫുഡിൽ നിന്നാണ് വരുന്നത്. മലിനമാക്കപ്പെട്ട് ഭക്ഷണ പദാർത്ഥങ്ങളിൽ നിന്നാണ് എയും ഡിയും ഇയും പോലെയുള്ള ഹെപ്പറ്റൈറ്റിസ് വൈറസ് ഉണ്ടാവുന്നത്. അതേസമയം ബിയും സിയും എന്ന് പറയുന്നത് പ്രധാനമായിട്ടും ബോഡി ഫ്ലൂയിഡ്സിലൂടെയാണ് കൂടുതലും ട്രാൻസ്മിറ്റ് ചെയ്യപ്പെടുന്നത്. അത് വളരെ ഗുരുതരമായിട്ടുള്ള അസുഖങ്ങളാണ് കേട്ടോ. അപ്പൊ അങ്ങനെ ഹെപ്പറ്റൈറ്റിസ് ബിയുടെയും സിയും ഒക്കെ ഉണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്ത് നോക്കുക. പിന്നെ വരുന്നത് നമ്മളൊക്കെ കേട്ടിട്ടുള്ളതാണ് HIV വൈറസ് അല്ലെ. HIV ഫുൾ ഫോം എന്താണ്? ഹ്യൂമൻ ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി വൈറസ്. ഫുൾ ഫോം പഠിക്കുന്നോട്ട് എനിക്ക് അറിയാവുന്നതായിരിക്കാം, എങ്കിലും ഓർത്തു വെക്കുക കേട്ടോ. ഹ്യൂമൻ ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി വൈറസ് ആ പേരിൽ തന്നെ ഉണ്ട് അല്ലെ. ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി എന്ന് വെച്ചാൽ നമ്മുടെ പ്രതിരോധത്തിനെയാണ് അവിടെ ഡെഫിഷ്യന്റ് ആക്കുന്നത്, നമ്മുടെ പ്രതിരോധ ശക്തിനെയാണ് അവിടെ എന്താക്കുന്നത്, ബാധിക്കുന്നത് അല്ലെ. നമുക്കറിയാം എയ്ഡ്സ് എന്ന് പറയുന്ന രോഗത്തിന് കാരണമായിട്ടുള്ള വൈറസ് ആണിത് HIV എന്ന് പറയുന്നത് അല്ലെ. എയ്ഡ്സ് എന്ന് പറയുന്ന അസുഖത്തിന് കാരണമായിട്ടുള്ള വൈറസ് ആണിത് HIV അഥവാ ഹ്യൂമൻ ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി വൈറസ് എന്ന് പറയുന്നത്. അപ്പൊ ഈ എയ്ഡ്സ് വന്ന ആളുകളെ സംബന്ധിച്ച് അവരുടെ പ്രതിരോധ സിസ്റ്റത്തിനെയാണ് അത് ബാധിക്കുന്നത്, ഇമ്മ്യൂൺ സിസ്റ്റത്തിനെയാണ് ബാധിക്കുന്നത്. അപ്പൊ പ്രതിരോധ ശക്തി കുറയാൻ വേണ്ടി തുടങ്ങും. എന്ത് സംഭവിക്കും? ഒരുപാട് അസുഖങ്ങൾ അവർക്ക് അടിക്കടി വരാനായിട്ട് തുടങ്ങും. അങ്ങനെ ചിലതരം അസുഖങ്ങൾ വന്ന് അവരുടെ ഇമ്മ്യൂണിറ്റി ആകെ നശിച്ച അവസാനം അവര് മരണത്തിലോട്ട് എത്തുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പൊ ഓർത്തു വെക്കാം. അതെ, പിന്നെന്താണ്? ട്രിപ്പോനിമ പാലിഡം അഥവാ ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട് സിഫിലിസ്. അസുഖത്തിന്റെ പേരാണ് കേട്ടോ സിഫിലിസ്. അസുഖത്തിന്റെ പേരാണ് സിഫിലിസ്. സിഫിലിസ് എന്ന് പറയുന്നത് ഈ സെക്ഷുവലി ട്രാൻസ്മിറ്റഡ് ആയിട്ട് വരുന്ന ഡിസീസ് ആണ് കേട്ടോ. സെക്ഷുവലി ട്രാൻസ്മിറ്റ്സ് HIV സിഫിലിസ് എന്നൊക്കെ പറയുന്നത് കൂടുതൽ എന്താണ്? സെക്ഷുവലി ട്രാൻസ്മിറ്റഡ് ഡിസീസുകളാണ് കേട്ടോ. നിങ്ങൾ സിഫിലിസ് എന്ന് പറയുമ്പോൾ പറങ്കിപ്പുണ്ണെന്നാണ് പറയുക കേട്ടോ. മലയാളത്തിൽ തന്നെ പറങ്കിപ്പുണ്ണെന്നാണ് പറയുക കേട്ടോ. പണ്ട് നമ്മുടെ ഈ പോർച്ചുഗീസ് വന്ന ആ ഒരു കാലഘട്ടമൊക്കെ ഉണ്ടല്ലോ, വാസ്തവത്തിലൊക്കെ ഉണ്ടായിരുന്ന ഒരു അസുഖമാണ് കേട്ടോ സിഫിലിസ് എന്ന് പറയും. ഈ സിഫിലിസ് എന്ന് പറയുന്ന അസുഖത്തിന് കാരണമായിട്ടുള്ള ബാക്ടീരിയയുടെ പേരാണ് ഇത് ട്രിപ്പോനിമ പാലിഡം. പഠിച്ചു വെക്കണം കേട്ടോ, വർഷ ക്വസ്റ്റ്യൻ ആണ്.
The syphilis is caused by the bacteria. നമുക്കറിയാം അസുഖം എന്ന് പറയുന്നത് ബാക്ടീരിയ മൂലം ഉണ്ടാവാം, വൈറസ് മൂലം ഉണ്ടാവാം, ഫംഗസ് മൂലം ഉണ്ടാവാം, പാരസൈറ്റ്സ് മൂലമൊക്കെ നമുക്ക് അസുഖങ്ങൾ വരും അല്ലെ. അപ്പൊ സിഫിലിസ് എന്ന് പറയുന്നത് ഒരു ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ആണ് കേട്ടോ, വൈറൽ അല്ല, വൈറസോ ഫംഗസോ അല്ല വരുത്തുന്നത്. ഇറ്റ്സ് എ ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ആണ്. അതിന് കാരണമായിട്ടുള്ള ബാക്ടീരിയയുടെ പേരാണ് ഗൊണേറിയ വേറെയാണ് കേട്ടോ. ഗൊണേറിയ വേറെയാണ്. ഗൊണേറിയ എന്ന് ഉദ്ദേശിക്കുന്നത് ഇതുപോലെ സെക്ഷുവലി ട്രാൻസ്മിറ്റഡ് ആയിട്ടുള്ള അസുഖം തന്നെയാണ് കേട്ടോ. ഓക്കെ, അപ്പൊ നോക്കുക ട്രിപ്പോനിമ പാലിഡ കേട്ടോ. സിഫിലിസ് വേറെയാണ്, ട്രിപ്പോനിമ പാലിഡ കേട്ടോ. ഓക്കെ, അപ്പോ ചോദിച്ചിട്ടുണ്ട് സിഫിലിസ് ഈസ് കോസ്ഡ് ബൈ വിച്ച് ബാക്ടീരിയ. ഏത് ബാക്ടീരിയ ആണ്? ട്രിപ്പോനിമ പാലിഡ. ഓക്കെ, ക്ലിയർ ആണല്ലോ. അപ്പൊ ഇത്രയും ടെസ്റ്റുകളാണ് ഇവിടെ കണ്ടക്ട് ചെയ്യുന്നത്, നമ്മുടെ ബ്ലഡ് ബാങ്കിനകത്ത് കണ്ടക്ട് ചെയ്യുന്നത്. ക്ലിയർ ആയോ നിങ്ങൾക്ക്? ഇപ്പൊ പ്രധാനമായിട്ടും 4 പ്രിലിമിനറി ടെസ്റ്റുകളാണ്. ഫസ്റ്റ് വൺ ഗ്രൂപ്പിംഗ് ടെസ്റ്റ് ആണ് അല്ലെ, ഏത് ഗ്രൂപ്പ് ആണെന്ന് തിരിച്ചറിയാനുള്ള ടെസ്റ്റ്. രണ്ടാമത്തത് RH ടൈപ്പിംഗ് ടെസ്റ്റ് ആണ് അല്ലെ, അതായത് ആ ഒരു ബ്ലഡ് ഗ്രൂപ്പ് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്ന് തീരുമാനിക്കുന്ന ഫാക്ടർ ആണ് RH ഫാക്ടർ കേട്ടോ. റീസസ് എന്നാണ് ഇതിന്റെ മുഴുവൻ പേര് കേട്ടോ. നമ്മൾ RH എന്നാണ് അതിന് ഷോർട്ട് ആക്കിയിട്ട് പറയാം. പിന്നെ നമ്മൾ പറഞ്ഞു ട്രാൻസ്ഫ്യൂഷൻ റിയാക്ഷൻ ടെസ്റ്റുകൾ നടത്തുന്നുണ്ട്. പിന്നെ ഏതെങ്കിലും തരത്തിലുള്ള ഇൻഫെക്ഷൻസ് പ്രത്യേകം എടുത്തു പറയുന്നുണ്ട്. ഹെപ്പറ്റൈറ്റിസ് ബി ആൻഡ് സി, അതുപോലെ HIV, അതുപോലെ എന്താണ് സിഫിലിസ് പോലുള്ള സുഖം അല്ലെ. അതിനകത്ത് പ്രത്യേകം ഓർക്കുക, സിഫിലിസ് ദാറ്റ് ഈസ് കോസ്ഡ് ബൈ ദ ബാക്ടീരിയ കോൾഡ് ട്രിപ്പോനിമ പാലിഡ. ഓക്കെ ആണോ? ഇത്രയും കാര്യങ്ങൾ മനസ്സിലായോ നിങ്ങൾക്ക്? ഓക്കെ അല്ലേ? അടുത്തത് കേട്ടോ, നെക്സ്റ്റ് ഭാഗത്തോട്ട് നമുക്ക് പോവാം. വാട്ട് ആർ ദ ബ്ലഡ് ടൈപ്സ് കേട്ടോ. ഏതൊക്കെയാണ് ബ്ലഡ് ടൈപ്പുകൾ കേട്ടോ. നമ്മൾ ബ്ലഡ് ടൈപ്പുകൾ പറയുമ്പോൾ 8 ടൈപ്പ് വരും, 8 എണ്ണം വരും. കാരണം ബ്ലഡ് ഗ്രൂപ്പ് 4 എണ്ണല്ലേ ഉള്ളത്, എയും ബിയും AB O, അങ്ങനെ 4 ബ്ലഡ് ഗ്രൂപ്പ് അല്ലേ ഉള്ളത്. ഓക്കെ, അപ്പൊ നമ്മൾ ടൈപ്പ് പറയുമ്പോൾ പോസിറ്റീവ് നെഗറ്റീവ് സ്പെസിഫൈ ചെയ്ത് പറയും. ഓക്കെ, A വരുമ്പോ A പോസിറ്റീവ് A നെഗറ്റീവ്, B പോസിറ്റീവ് B നെഗറ്റീവ്, AB പോസിറ്റീവ് AB നെഗറ്റീവ്, O പോസിറ്റീവ് O നെഗറ്റീവ്. എത്ര ടൈപ്പായി? 8 ടൈപ്പായി കേട്ടോ. ഓക്കെ, അപ്പൊ 8 ടൈപ്പ് ബ്ലഡ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ജസ്റ്റ് ഒന്ന് വായിക്കാം കേട്ടോ. According to the American Association of Blood Banks, delivery of blood types includes the following. അപ്പൊ താഴെ നിങ്ങൾക്ക് ഒരു ടേബിള് കാണാം, ഒരു ടാബുലത്തോളം നിങ്ങൾക്ക് കാണാം. അതിനകത്ത് നമ്മുടെ അമേരിക്കൻ അസോസിയേഷൻ ബ്ലഡ് ബാങ്കിനെ സംബന്ധിക്കുന്ന അമേരിക്കൻ അസോസിയേഷന്റെ ഒരു ഇൻഫർമേഷൻ ആണ് ആ ഒരു ടേബിളിനകത്ത് കൊടുത്തിരിക്കുന്നത്. എന്തിനെ പറ്റിയുള്ള ഇൻഫർമേഷൻ ആണ്? ഡെലിവറി ഓഫ് ദ ബ്ലഡ് ടൈപ്പ് ആണ് കേട്ടോ. അതായത് ഈ ബ്ലഡ് ടൈപ്പുകളുടെ വിതരണത്തെ പറ്റിയുള്ള ഒരു അമേരിക്കൻ അസോസിയേഷന്റെ ഒരു ഇൻഫർമേഷൻ ആണ് അവിടെ ടേബിളിൽ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, നമുക്ക് ജസ്റ്റ് ആ ടേബിൾ ഒന്ന് വായിക്കാം. പക്ഷെ ഇതിലുള്ള കാര്യങ്ങളൊന്നും ബൈ ഹാർട്ട് ചെയ്ത് പഠിക്കേണ്ട യാതൊരു ആവശ്യമില്ല. പക്ഷെ നമുക്ക് ഇതിന് മനസ്സിലാക്കാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങൾ, അത് മാത്രം നമ്മൾ പഠിച്ചാൽ മതി. ജസ്റ്റ് ഒന്ന് വായിക്കാം നമുക്ക്. ORH പോസിറ്റീവ്. RH പോസിറ്റീവ് എന്ന് പറയുമ്പോൾ RH ഉണ്ടെങ്കിൽ അത് പോസിറ്റീവ് ആണ്. ഓക്കെ, ORH പോസിറ്റീവ് എത്രയാണ്? 39% അല്ലെ. ARH പോസിറ്റീവ് 31%, B പോസിറ്റീവ് 9%, A നെഗറ്റീവ് 6%, AB പോസിറ്റീവ് 3%, B നെഗറ്റീവ് 2%, O നെഗറ്റീവ് 9%, AB നെഗറ്റീവ് 1%. അതല്ലോ. ഇനി ഞാൻ ചോദിക്കട്ടെ, ഈ ഒരു ടേബിളിൽ നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ വിതരണം ചെയ്യപ്പെടുന്ന ബ്ലഡ് ടൈപ്പ് ഏതാണെന്ന് നിങ്ങൾക്കൊന്ന് ഇതിന് നോക്കി പറയാൻ പറ്റും? ഏറ്റവും കൂടുതൽ വിതരണം ചെയ്യപ്പെടുന്ന ബ്ലഡ് ടൈപ്പ് ഏതാണെന്നൊന്ന് പറഞ്ഞേ. ഏതാണ്? O ഗ്രൂപ്പ് ആണ്. ഓക്കെ, O ഏതാണ്? പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ? വെരി ഗുഡ്, O പോസിറ്റീവ് ആണ് അല്ലെ. സ്പെസിഫൈ ചെയ്ത് പറയുന്നു കേട്ടോ. ഓക്കെ, O പോസിറ്റീവ് ആണ് അല്ലെ. കാര്യം എത്രയാ? 39% ആണ് വരുന്നത്. അപ്പൊ അതിന് നമുക്ക് ഒരു കാര്യം മനസ്സിലായില്ലേ, ഏറ്റവും കൂടുതൽ വിതരണം ചെയ്യപ്പെടുന്ന ബ്ലഡ് ടൈപ്പ് ഏതാണ്? അത് O പോസിറ്റീവ് ആണ്. ഏതാണ്? O പോസിറ്റീവ് ആണ്. അങ്ങനെ ഒരു ഇൻഫർമേഷൻ നമുക്ക് കിട്ടിയില്ലേ. പിന്നെ സെക്കൻഡ് മോസ്റ്റ് ഡെലിവറി ചെയ്യപ്പെടുന്ന ബ്ലഡ് ടൈപ്പ് ഏതാണ്? സെക്കൻഡ് മോസ്റ്റ്, അതായത് അതിനുശേഷം രണ്ടാമത് ഏറ്റവും കൂടുതൽ വിതരണം ചെയ്യപ്പെടുന്ന ബ്ലഡ് ടൈപ്പ് ഏതാണെന്ന് പറയാമോ? എ പോസിറ്റീവ് ആണ് കേട്ടോ. സുരേഷ് A നെഗറ്റീവ് അല്ല, A പോസിറ്റീവ് ആണ് കേട്ടോ. അറിപ്പോയതായിരിക്കും അല്ലെ. പോസിറ്റീവ് ആണ് കേട്ടോ. ഇവിടെ RH പോസിറ്റീവിൽ എഴുതിയിട്ടുണ്ട് കേട്ടോ. ഓക്കെ, കുഴപ്പമില്ല. A പോസിറ്റീവ് ആണ് കേട്ടോ. അത് കാര്യം എത്രയാ? 31% വരുന്നുണ്ട് അല്ലെ. അങ്ങനെയാണെങ്കിൽ വെരി ഗുഡ്, എല്ലാവരും റെസ്പോണ്ട് ചെയ്യുന്നത് കറക്റ്റ് ആണ് കേട്ടോ. അപ്പൊ കിട്ടിയില്ലേ നിങ്ങൾക്ക് ആ കാര്യം? അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഏറ്റവും ലീസ്റ്റ് ആയിട്ട് ഡെലിവർ ചെയ്യപ്പെടുന്ന ബ്ലഡ് ടൈപ്പ് ഏതാണെന്ന് പറയാമോ? ഏറ്റവും ലീസ്റ്റ് ആയിട്ട് ഏറ്റവും കുറവ് ഏതാണത്?
AB നെഗറ്റീവ്, വെരി ഗുഡ്, കറക്റ്റ് ആണ്. ഇതാണ് AB നെഗറ്റീവ്. കാര്യം എത്രയാണ്? വെറും 1% മാത്രമാണ് കാണുന്നത് അല്ലെ? അപ്പൊ അത് മാത്രം നിങ്ങൾ മനസ്സിലാക്കി വെച്ചാൽ മതി കേട്ടോ. ഏറ്റവും കൂടുതൽ ഡെലിവറി ചെയ്യപ്പെടുന്ന, കറക്റ്റ് ആണ് കേട്ടോ. അഞ്ജന, അഭിനവ്, വിസ്മ, ശരണ്യ, ഡോണ, ഗഗന, സൗമ്യ, ആമിന, നിഷ, രക്ഷിത. ഓക്കെ, കറക്റ്റ് ആണ് കേട്ടോ. AB നെഗറ്റീവ് ആണ് അല്ലെ? കാര്യം 1% മാത്രമേ ഉള്ളൂ അത്. അപ്പൊ ആ ഒരു ഇൻഫർമേഷൻ നിങ്ങൾ മനസ്സിലാക്കി വെച്ചാൽ മതി. ഏറ്റവും കൂടുതൽ വിതരണം ചെയ്യപ്പെടുന്ന ബ്ലഡ് ടൈപ്പ് O പോസിറ്റീവ് ആണെന്നും ഏറ്റവും കുറവ് വിതരണം ചെയ്യപ്പെടുന്ന ബ്ലഡ് ടൈപ്പ് AB നെഗറ്റീവ് ആണെന്നുള്ള ആ ഒരു ഫാക്ട് മാത്രം നിങ്ങൾ ആ ഒരു ടേബിളിൽ നിന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. വേറെ അളവോ കാര്യങ്ങളോ ഒന്നും നിങ്ങൾ വൈകാട്ടേണ്ട കാര്യമില്ല. ഓക്കെ, അത്രയും. ഇനി അടുത്തതിലേക്ക് നമുക്ക് നോക്കാം. അടുത്ത ഭാഗം കുറച്ച് ഇമ്പോർട്ടന്റ് ആണ്. കുറെ ആളുകൾക്ക് അറിയാവുന്നതായിരിക്കാം. മുൻവർഷം ക്വസ്റ്റ്യൻസ് ഒരുപാട് ക്വസ്റ്റ്യൻസ് വന്ന ഒരു ഏരിയ ആണ് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത്. വാട്ട് ആർ ദ കോൺസ്റ്റിറ്റ്യൂവന്റ് ഓഫ് ബ്ലഡ് കേട്ടോ. ഇനി നമ്മൾ പഠിക്കുന്നത് ബ്ലഡിലെ കോൺസ്റ്റിറ്റ്യൂവൻസ് ആണ് കേട്ടോ. ബ്ലഡിലെ കമ്പോണന്റുകൾ ഏതൊക്കെയാണ്. നിങ്ങൾ ചോദിച്ചപ്പോ കഴിഞ്ഞ ദിവസം തന്നെ നിങ്ങൾ എല്ലാവരും കറക്റ്റ് ആയിട്ട് ആൻസർ പറഞ്ഞു. 4 കമ്പോണന്റ് ആണ് ഉണ്ടെന്നൊക്കെ നിങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പൊ ആ കമ്പോണന്റുകൾ ഏതൊക്കെയാണ്, അതിന്റെ പ്രധാനപ്പെട്ട ഫങ്ഷൻസുകൾ എന്തൊക്കെയാണ്, ഇനി അതാണ് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. അപ്പൊ ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ്. കാര്യം ഇങ്ങനെ ഒരുപാട് ക്വസ്റ്റ്യൻസ് തന്നെ ചോദിക്കാം കേട്ടോ. വായിക്കാം നമുക്ക്. When blood or one of its constituent part is transferred, each component serves many functions that includes the following. അപ്പൊ പ്രധാനമായിട്ടും നമ്മുടെ ബ്ലഡിനകത്ത് എത്ര കമ്പോണന്റുകളാണുള്ളത്? 4 കമ്പോണന്റുകളാണ്. എത്ര കമ്പോണന്റ് ആണ്? 4 കമ്പോണന്റ്. ഇതൊക്കെയാണ് ആ കമ്പോണന്റുകൾ. ഒന്നാമത്തത് RBC. ഇതാണ് RBC. ഇതാണ് റെഡ് ബ്ലഡ് സെൽസ് ആണ് അല്ലെ? ചുവന്ന രക്താണുക്കൾ അഥവാ അരുണ രക്താണുക്കൾ എന്നാണ് നമ്മൾ അതിനെ പറയുന്നത്. ഓക്കെ, രണ്ടാമത്തത് ഏതാണ്? WBC ആണ് അല്ലെ? WBC ഇതാണ് വൈറ്റ് ബ്ലഡ് സെൽസ് അഥവാ ശ്വേത രക്താണുക്കൾ അല്ലെ? WBC. മൂന്നാമത്തെ ഏതാണ്? പ്ലേറ്റ്ലെറ്റ് ആണ് അല്ലെ? ഇതാണ് പ്ലേറ്റ്ലെറ്റുകളാണ്. നാലാമത്തെ എന്താണ്? പ്ലാസ്മയാണ്. ഇതാണ് പ്ലാസ്മയാണ്. പ്രധാനമായിട്ടും ബ്ലഡിൽ വരുന്ന 4 കമ്പോണന്റുകൾ ഏതൊക്കെയാണ്? RBC, WBC, പ്ലേറ്റ്ലെറ്റ്, പ്ലാസ്മ. ക്ലിയർ ആണല്ലോ? ഓക്കെ, ഇനി ഓരോന്നിന്റെയും ഫങ്ഷൻസ് എന്തൊക്കെയാന്ന് നോക്കാം. ഫസ്റ്റ് വൺ RBC ആണ് കേട്ടോ. റെഡ് ബ്ലഡ് സെൽസ് ആണ്. എന്താണ് അതിന്റെ ഫങ്ഷൻ നോക്കിയേ. These cells transport oxygen to the tissues in the body and are commonly used to treat the anemia. അതെല്ലാം ചെയ്യാം കേട്ടോ. എന്താണ് പറയുന്നത്? നമ്മുടെ ശരീരകലകൾക്ക് ആവശ്യമായിട്ടുള്ള ഓക്സിജൻ സംവഹനമാണ് ആരുടെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്? RBCയുടെ ഫംഗ്ഷൻ. മനസ്സിലായോ? നമ്മുടെ മനുഷ്യ ശരീരകലകൾക്ക്, കോശങ്ങൾക്ക്, നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള ഓക്സിജൻ ട്രാൻസ്പോർട്ട് ചെയ്യുക അല്ലെ? ഓക്സിജൻ ട്രാൻസ്പോർട്ടേഷൻ, ഓക്സിജൻ സംവഹനമാണ് ആരുടെ പ്രധാനപ്പെട്ട ഫംഗ്ഷൻ? RBCയുടെ ഫംഗ്ഷൻ. ക്ലിയർ ആയല്ലോ? പോയിന്റ് മാത്രം ഓർത്ത് വെക്കുക കേട്ടോ. RBC ഫംഗ്ഷൻ എന്താണ്? ഓക്സിജൻ ട്രാൻസ്പോർട്ടേഷൻ അല്ലെ? എന്തിനു വേണ്ടിയിട്ടാണ് ഇത് പൊതുവായി ഉപയോഗിക്കുന്നത് നോക്കിയേ. കോമൺലി യൂസ്ഡ് ടു ട്രീറ്റ് ദ അനീമിയ. അനീമിയ അറിയാലോ? ഇല്ല ചോദിക്കില്ല കേട്ടോ. അതൊന്നും ചോദിക്കില്ല കേട്ടോ. സുരേഷ് വെച്ചത് എറിത്രോസൈറ്റ് ഇല്ല അങ്ങനെ ചോദിക്കില്ല കേട്ടോ. അത് നമ്മൾ ഈ ഒരു PDF വിട്ടൊരു ക്വസ്റ്റ്യൻസ് വരുന്നില്ല കേട്ടോ. പിന്നെ നിങ്ങൾ മെഡിക്കൽ ടെർമിനോളജി പഠിക്കാനായിട്ട് അതിനകത്ത് വരുന്നുണ്ട് RBCയുടെ എറിത്രോസൈറ്റ്, അതുപോലെ WBCയുടെ ല്യൂക്കോസൈറ്റ് എന്നൊക്കെ പറഞ്ഞ് അതിനകത്ത് വരുന്നുണ്ട്. ആ ചാപ്റ്ററിനെ ബേസ് ചെയ്തിട്ട് അങ്ങനെ വല്ല ചോദിക്കാൻ സാധ്യതയുണ്ട് കേട്ടോ. അല്ലെങ്കിൽ ഇതിനെ ചോദിക്കില്ല. ഇത് ഉള്ളത് മാത്രം ഇതിനകത്ത് പഠിച്ചാൽ മതി കേട്ടോ. ഓക്കെ, അപ്പൊ നോക്കാം. ഇതിന്റെ മെയിൻ എന്തിനു വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് വെച്ചാൽ അനീമിയ ട്രീറ്റ് ചെയ്യാനായിട്ടാണ്. അനീമിയ എന്ന് വെച്ചാൽ വിളർച്ചയാണ് കേട്ടോ. അറിയാലോ നിങ്ങൾക്ക്. അതായത് നമുക്ക് വിളർച്ച വരാനുള്ള കാരണം എന്താണ്? നമ്മുടെ ശരീരത്തിലെ RBCയുടെ കൗണ്ട് കുറയാണ് അല്ലെ? കാര്യം നമുക്കറിയാം, ചുവന്ന രക്താണുക്കളുടെ ഫംഗ്ഷൻ എന്താണ്? ഓക്സിജൻ ട്രാൻസ്പോർട്ടേഷൻ ആണ് അല്ലെ? നമ്മുടെ മനുഷ്യ ശരീരകലകൾക്ക് ആവശ്യമായിട്ടുള്ള ഓക്സിജൻ എത്തിക്കലാണ് RBCയുടെ ഫംഗ്ഷൻ. ഈ RBC കമ്പോണന്റ് കുറയുമ്പോഴാണ് നമുക്ക് വിളർച്ച വരുന്നത്, അനീമിയ. അപ്പൊ വിളർച്ച വന്നിട്ടുള്ള ആളുകളെ നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും. ഇങ്ങനെ ഒരു വല്ലാത്തൊരു വെളുത്തൊരു അവസ്ഥയിലായിരിക്കും. കണ്ണുകളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും ശരിക്കും ഒട്ടും ബ്ലഡ് ഇല്ലാത്തൊരു അവസ്ഥയാണ്. പിന്നെ നിങ്ങൾക്കറിയാം ചുവന്ന രക്താണുക്കളാണ് അല്ലെ? അരുണ രക്താണുക്കളാണ്. അപ്പൊ ആ ഒരു സെല്ലിന് ചുവപ്പ് നിറം കൊടുക്കുന്ന ഒരു പിഗ്മെന്റ് ഉണ്ട്. ഏതാണ് ആ പിഗ്മെന്റ്? നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുള്ള പിഗ്മെന്റ് ആണ്. ഏതാണ്? ചുവന്ന രക്താണുവിന് ചുവന്ന കളർ കൊടുക്കുന്ന പിഗ്മെന്റ് ഏതാണ്? വെരി ഗുഡ്, കറക്റ്റ് ആണ് കേട്ടോ. മെലാനിൻ അല്ല കേട്ടോ. മെലാനിൻ അല്ല, അത് ത്വക്കില്
കളർ കൊടുക്കുന്നത്, നമ്മുടെ സ്കിന്നിന് കളർ കൊടുക്കുന്നതാണ് മെലാനിൻ ട്ടാ. ഓക്കെ, കറക്റ്റ് ആണ് ട്ടാ. ലിസ്മ, പിന്നെ വേറെ ആരും പറഞ്ഞു പേര് നോട്ട് ചെയ്തില്ലല്ലോ, ആരായിരുന്നു അത്? ഓക്കെ, പോയാ? ആ തഹാബ്, തഹാബ് എന്നാണോ പേര്? തഹാബ് അല്ലെ? ഓക്കെ, തഹാബ്. അപ്പം കറക്റ്റ് ആണ് കേട്ടോ. അത് തന്നെ ഹീമോഗ്ലോബിൻ. ഓക്കെ, നമ്മൾ ബ്ലഡ് ഒക്കെ ടെസ്റ്റ് ചെയ്യുമ്പോ കണ്ടിട്ടില്ലേ നിങ്ങൾ? അപ്പൊ അത് തന്നെ ഹീമോഗ്ലോബിൻ ആണ് കേട്ടോ. ഈ ഹീമോഗ്ലോബിൻ അകത്തൊരു മെറ്റൽ അടങ്ങിയിട്ടുണ്ട്, ഏതാണെന്ന് അറിയാമോ? ഇരുമ്പാണ് കേട്ടോ, അയൺ ആണ് കേട്ടോ. അപ്പൊ നമ്മള് വിളർച്ച വന്നു കഴിഞ്ഞാൽ, കറക്റ്റ് ആണ് കേട്ടോ സുരേഷ്, അയൺ ആണ്. അപ്പൊ നമ്മള് വിളർച്ചയൊക്കെ വന്നാൽ കൂടുതൽ ഇരുമ്പിന്റെ അംശങ്ങൾ അടങ്ങിയിട്ടുള്ള ഭക്ഷണ സാധനങ്ങള് നമ്മൾ കൂടുതൽ കഴിക്കാൻ നോക്കണം. ഓക്കെ നവ്യ, കറക്റ്റ് ആണ് കേട്ടോ, അയൺ ആണ് കേട്ടോ. ലിസ്മ, ഓക്കെ. അപ്പൊ എന്താണ്? അയൺ ആണ്, ഇരുമ്പാണ് കേട്ടോ. അപ്പൊ അത് നമുക്ക് വിളർച്ച വരുന്ന സമയത്ത് നമ്മൾ ഇരുമ്പിന്റെ അംശങ്ങൾ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങള്, അയൺ ടാബ്ലറ്റുകളൊക്കെ നമ്മൾ കഴിക്കേണ്ടതായിട്ട് വരും കേട്ടോ. ഓക്കെ, പിന്നെ മാത്രമല്ല, നിങ്ങൾ വിളർച്ച വരുന്ന സമയത്ത് നമുക്ക് ഭയങ്കര കിതപ്പ് പോലെയൊക്കെ അനുഭവപ്പെടും, നമുക്കൊരു ശ്വാസം എടുക്കാനൊക്കെ ഒരു ബുദ്ധിമുട്ട്. കാര്യം എന്താ? നമുക്കറിയാം വിളർച്ച വരാൻ കാരണം എന്താണ്? RBCയുടെ കൗണ്ട് കുറയാണ്. RBCയുടെ ഫംഗ്ഷൻ എന്താണ്? ഓക്സിജൻ ട്രാൻസ്പോർട്ടേഷൻ ആണ്. അപ്പൊ RBC കുറയുമ്പോൾ നമ്മുടെ ശരീരത്തിൽ ഓക്സിജൻ ട്രാൻസ്പോർട്ടേഷൻ കുറയും അല്ലെ? അങ്ങനെ വരുമ്പോൾ നമുക്ക് കിതപ്പ്, അല്ലെ, കിതപ്പ് പോലെയൊക്കെ നമുക്ക് അനുഭവപ്പെടാനായിട്ട് തുടങ്ങും. ഓക്കെ, അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ RBC എന്ന് പറയുന്ന കമ്പോണന്റ് ആണ് അനീമിക് ആയിട്ടുള്ള പേഷ്യൻസിനായിട്ട് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ. ഓക്കെ, ക്ലിയർ ആയില്ല? അപ്പൊ RBCയുടെ ഫംഗ്ഷൻ ഓക്സിജൻ ട്രാൻസ്പോർട്ടേഷൻ ഉണ്ടാവും. എന്തിനാണ് ഉപയോഗിക്കുന്നത്? യൂസ്ഡ് ടു ട്രീറ്റ് ദ അനീമിയ. ക്ലിയർ. അടുത്ത പോയിന്റ്, അടുത്തത് പ്ലേറ്റ്ലെറ്റ് ആണ് കേട്ടോ. പ്ലേറ്റ്ലെറ്റിന്റെ ഫംഗ്ഷൻ എന്താണ്? ദേ ഹെൽപ്പ് ദ ബ്ലഡ് ടു ക്ലോട്ട്, അല്ലെ? എന്താണ്? യൂസ്ഡ് ടു ട്രീറ്റ് ദ ലുക്കീമിയ ആൻഡ് അതർ ഫോംസ് ഓഫ് ക്യാൻസർ. പ്ലേറ്റ്ലെറ്റ് എന്തിനാണ് സഹായിക്കുന്നത്? ബ്ലഡ് ക്ലോട്ട് ആവാനായിട്ട്, അല്ലെ? നമ്മുടെ ബ്ലഡിനെ കട്ട പിടിപ്പിക്കാനായിട്ട് സഹായിക്കുന്ന രക്തകോശം, അല്ലെ, ബ്ലഡ് സെൽ ആണ് ഇത് പ്ലേറ്റ്ലെറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഇനി അതെന്തിനാണ് സാധാരണയായിട്ട് ഉപയോഗിക്കുന്നത്? ദാറ്റ് ആർ യൂസ്ഡ് ടു ട്രീറ്റ് ദ ലുക്കീമിയ ആൻഡ് അതർ ഫോംസ് ഓഫ് ക്യാൻസർ. ലുക്കീമിയ എന്ന് പറഞ്ഞാൽ എന്ത് തന്നെയാണ്? ബ്ലഡ് ക്യാൻസർ തന്നെയാണ്, അല്ലെ? ബ്ലഡ് ക്യാൻസർ ആണ്, അല്ലെ? അപ്പൊ തീർച്ചയായിട്ടും നമുക്ക് ഈ ലുക്കീമിയ, ക്യാൻസർ, അത് മറ്റുള്ള ക്യാൻസർ ഒക്കെ വരുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും അതിന്റെ ട്രീറ്റ്മെന്റിന്റെ ഭാഗമായിട്ട് നമ്മൾ മറ്റേ കീമോതെറാപ്പി, റേഡിയേഷൻ തെറാപ്പി അതൊക്കെ നമ്മൾ കൊടുക്കാറുണ്ട്. ഓക്കെ, അപ്പൊ അങ്ങനെയൊക്കെ കൊടുക്കുമ്പോൾ നമ്മുടെ ശരീരത്തിനകത്ത് ഇന്റേണൽ ആയിട്ടുള്ള ബ്ലീഡിങ്, ബ്രൂയിസിങ് ഒക്കെ വരാനുള്ള ചാൻസുകൾ ഉണ്ട് കേട്ടോ. അറിയാലോ, റേഡിയേഷൻ എന്ന് പറയുന്ന ഹൈ എനർജി റേഡിയേഷൻസ് ആണ് ക്യാൻസർ സെല്ലുകളെ നശിപ്പിക്കാനായിട്ട് നമ്മുടെ ശരീരത്തിനകത്തേക്ക് കയറ്റി വിടുന്നത്. അപ്പോൾ അത് ഇന്റേണൽ ആയിട്ടുള്ള പല ബ്ലീഡിങ്ങുകള്, ബ്രൂയിസിങ്ങള്, ചതവുകൾ അങ്ങനത്തെ വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോ അങ്ങനെയുള്ള സിറ്റുവേഷൻസിൽ ബ്ലഡ് ക്ലോട്ട് ചെയ്യാനായിട്ട്, അല്ലാതെ അല്ല, പക്ഷെ ബ്ലീഡിങ് കുറച്ചൊന്ന് കൺട്രോൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, ബ്ലഡ് ക്ലോട്ട് ഒക്കെ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ഉപയോഗിക്കാറുണ്ട്? പ്ലേറ്റ്ലെറ്റ് കമ്പോണന്റ് സപ്ലൈ ചെയ്യാറുണ്ട് കേട്ടോ. അപ്പൊ പ്ലേറ്റ്ലെറ്റിന്റെ ഫംഗ്ഷൻ എന്താണ്? ഇറ്റ് ഈസ് യൂസ്ഡ് ടു ഹെൽപ്പ് ദ ബ്ലഡ് ക്ലോട്ട് കേട്ടോ. ബ്ലഡ് ക്ലോട്ട് ആവാനായിട്ടാണ് സഹായിക്കുന്നത് കേട്ടോ. ക്ലിയർ ആയല്ലോ അതിന്റെ ഫംഗ്ഷൻ? മൂന്നാമത്തത് എന്താണ്? ഹെപ്പാരിൻ. ഓക്കെ, ഹെപ്പാരിൻ എന്ന് പറയുന്നത് നോർമലി നമ്മുടെ ബ്ലഡ് ക്ലോട്ട് ചെയ്യാനായിട്ട് സഹായിക്കുന്ന, നമ്മുടെ ശരീരത്തിലുള്ള നോർമലി ഉള്ള ഒരു വസ്തുവാണ് ഹെപ്പാരിൻ എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, സാധാരണ നമ്മൾ മുറിവൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ 2-3 മിനിറ്റ്സിനുള്ളിൽ നമ്മുടെ ബ്ലഡ് ക്ലോട്ട് ആവും. അത് ഹെപ്പാരിൻ ഉള്ളത് കൊണ്ടാണ് ബ്ലഡ് ക്ലോട്ട് ആവുന്നത് കേട്ടോ. ഇത് കൂടാതെ പ്ലേറ്റ്ലെറ്റ് നമ്മൾ ബ്ലഡ് ക്ലോട്ട് ചെയ്യാൻ തന്നെ സഹായിക്കുന്ന ഒരു ബ്ലഡ് സെല്ലാണ് കേട്ടോ. അടുത്തതാണ് WBC, വൈറ്റ് ബ്ലഡ് സെൽസ് കേട്ടോ. വൈറ്റ് ബ്ലഡ് സെൽസിന്റെ ഫംഗ്ഷൻ എന്താണ്? ദീസ് സെൽസ് ഹെൽപ്പ് വിത്ത് ഫൈറ്റിംഗ് ഇൻഫെക്ഷൻ, അല്ലെ? ഇൻഫെക്ഷനെ ഇൻഫെക്ഷൻസിനെ ഫൈറ്റ് ചെയ്യാനായിട്ട്, ഇൻഫെക്ഷനെ പ്രതിരോധിക്കാനായിട്ടാണ് അത് സഹായിക്കുന്നത്, അല്ലെ? ആൻഡ് ഹെൽപ്പ് ദ ഇമ്മ്യൂൺ പ്രോസസ്, നമ്മുടെ പ്രതിരോധ ശക്തിയെ വർദ്ധിപ്പിക്കാനായിട്ട് സഹായിക്കുന്ന, അല്ലെങ്കിൽ ഇൻഫെക്ഷൻസിനെതിരെ എന്താണ് ഫൈറ്റ് ചെയ്യാനായിട്ട് നമ്മൾ സഹായിക്കുന്ന ബ്ലഡ് സെൽ ഏതാണ്? അത് WBC ആണ്, അല്ലെ? ശ്വേത രക്താണുക്കളാണ് കേട്ടോ. ഓർത്ത് വെക്കാം. WBCയുടെ ഫംഗ്ഷൻ എന്താണ്? ദേ ഹെൽപ്പ് ഇൻ ഫൈറ്റിംഗ് ദ ഇൻഫെക്ഷൻ, അല്ലെങ്കിൽ ദേ എൻഹാൻസ് ദ ഇമ്മ്യൂൺ പ്രോസസ്, അല്ലെ? നമ്മുടെ പ്രതിരോധ ശക്തിയെ വർദ്ധിപ്പിക്കുന്ന, അല്ലെങ്കിൽ നമ്മളുടെ ഇൻഫെക്ഷൻസിനെതിരെ പ്രതിരോധിക്കാനായിട്ട്, ഫൈറ്റ് ചെയ്യാനായിട്ട് നമ്മളെ സഹായിക്കുന്ന ബ്ലഡ് സെൽ ഏതാണ്? അത് വൈറ്റ് ബ്ലഡ് സെൽസ് ആണ് കേട്ടോ. ക്ലിയർ ആയോ പറഞ്ഞത്? ഓക്കെ, അപ്പൊ മെയിൻ ആയിട്ടുള്ള RBCയുടെ ഫംഗ്ഷൻ ഓക്സിജൻ ട്രാൻസ്പോർട്ടേഷൻ, പ്ലേറ്റ്ലെറ്റിന്റെ ഫംഗ്ഷൻ എന്താണ്? ഹെൽപ്പ് ടു ബ്ലഡ്. WBCയുടെ ഫംഗ്ഷൻ എന്താണ്? ഹെൽപ്പ് ഇൻ ഫൈറ്റിംഗ് ദ ഇൻഫെക്ഷൻ. ഓക്കെ, അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം? ദേ ഹെൽപ്പ് ടു എൻഹാൻസ് ദ ഇമ്മ്യൂൺ പ്രോസസ്. രണ്ടും കറക്റ്റ് ആണ് കേട്ടോ WBC. ഇനി അടുത്ത കമ്പോണന്റ് ആണ് ഇത് പ്ലാസ്മ. അടുത്ത കമ്പോണന്റ് ഏതാണ്? പ്ലാസ്മയാണ്, അല്ലെ?
പ്ലാസ്മ എന്താണ്? ഇറ്റ് ഈസ് ദ വാട്ടറി ഫ്ലൂയിഡ് പാർട്ട് ഓഫ് ദ ബ്ലഡ് ഇൻ വിച്ച് ദ റെഡ് ബ്ലഡ് സെൽസ്, വൈറ്റ് സെൽസ് ആൻഡ് പ്ലേറ്റ്ലെറ്റ്സ് ആർ സസ്പെൻഡഡ്. അല്ലെ, പ്ലാസ്മ എന്ന് പറഞ്ഞാൽ നമ്മുടെ രക്തത്തിന്റെ ദ്രാവക ഭാഗമാണ് കേട്ടോ. വാട്ടറി ഫ്ലൂയിഡ് പാർട്ടാണ് കേട്ടോ. എന്താണ്? ഹെപ്പാരിൻ ബ്ലഡ് ക്ലോട്ട് പ്രിവെന്റ് ചെയ്യുന്നതല്ലേ? ബ്ലഡ് ക്ലോട്ട്, ഹെപ്പാരിൻ സഹായിക്കുന്നത് ബ്ലഡ് ക്ലോട്ട് പ്രിവെന്റ് ചെയ്യാനല്ല. ബ്ലഡ് നമുക്ക് മുറിവ് സംഭവിക്കുമ്പോൾ ബ്ലഡ് വരില്ലേ നമുക്ക്, അപ്പൊ ഒരുപാട് ബ്ലീഡിങ് ആവാതിരിക്കാനായിട്ട് ബ്ലഡ് ക്ലോട്ട് ചെയ്യാൻ തന്നെ സഹായിക്കുന്ന ഒരു സംഭവമാണ് ഹെപ്പാരിൻ എന്ന് പറയുന്നത്. നിങ്ങൾ എന്തിനാണ് ഹെപ്പാരിനെ പറ്റിയിട്ട് ചിന്തിക്കുന്നത്? നമ്മൾ പറയുന്നത് ബ്ലഡിലെ കമ്പോണന്റുകളെ പറ്റിയിട്ടാണ് കേട്ടോ, ബ്ലഡ് സെല്ലുകളെ പറ്റിയിട്ടാണ് നമ്മൾ പഠിക്കുന്നത്. ഓക്കെ, അപ്പൊ അതിനെപ്പറ്റി കൂടുതൽ നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ട കാര്യമുള്ള വരുന്നില്ല. ബ്ലഡ് കമ്പോണന്റിനെ പറ്റിയിട്ടാണ് നമ്മളിപ്പോ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനെപ്പറ്റി നമുക്ക് ഡിസ്കസ് ചെയ്താൽ മതി കേട്ടോ. നിങ്ങൾക്ക് ഹെപ്പാരിനെ പറ്റി നമ്മളിവിടെ പറയുന്നില്ല. ഓക്കെ, അതിന്റെ ആവശ്യം നമുക്ക് വരുന്നില്ല, ക്വസ്റ്റ്യനും വരുന്നില്ല. ഓക്കെ, അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ഹെപ്പാരിൻ എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ നോക്കാം, ഇതിലോട്ട് വരാം കേട്ടോ, നമുക്ക് ക്ലാസ്സിലോട്ട് വരാം. പ്ലാസ്മ നോക്കാം. പ്ലാസ്മ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ വാട്ടറി ഓർ ഫ്ലൂയിഡ് പാർട്ട് ഓഫ് ദ ബ്ലഡ് ആണ് കേട്ടോ. നമ്മുടെ ബ്ലഡിനകത്തുള്ള ദ്രാവക ഭാഗമാണ് ഇതെന്ന് പറയുന്നത്, പ്ലാസ്മ എന്ന് പറയുന്നത് കേട്ടോ. ദ്രാവക ഭാഗമാണ് പ്ലാസ്മ എന്ന് പറയുന്നത്. ഇതിനകത്താണ് നമ്മൾ ഈ പറയുന്ന RBC, WBC, പ്ലേറ്റ്ലെറ്റ് അങ്ങനെയുള്ള കമ്പോണന്റുകളൊക്കെ ഇരിക്കുന്നത്, സസ്പെൻഡ് ചെയ്തിരിക്കുന്നത് ഈ ഒരു പ്ലാസ്മയ്ക്കകത്താണ് അല്ലെ, പ്ലാസ്മയിലാണ്. ഓക്കെ, അപ്പൊ പ്ലാസ്മയുടെ ഫംഗ്ഷൻ എന്താണ്? പ്ലാസ്മ ഈസ് required to carry many parts of the blood through the bloodstream. നമുക്കറിയാം പ്ലാസ്മ എന്ന് പറയുന്നത് ഇറ്റ് ഇസ് എ ഫ്ലൂയിഡ് പാർട്ട് ആണ് അല്ലെ, ദ്രാവക ഭാഗമാണ്. അതുകൊണ്ട് തന്നെ എന്താണത്? നമ്മുടെ ബ്ലഡ് സ്ട്രീമിനെ അല്ലെ, ബ്ലഡിനെ ഒഴുകാനായിട്ട് സഹായിക്കും. അല്ലെ, ബ്ലഡ് നമ്മുടെ ശരീരം മൊത്തം എന്ത് സർക്കുലേറ്റ് ചെയ്യുന്ന ആ ഒരു ഒഴുകാനായിട്ട് ഈ ബ്ലഡിന്റെ കമ്പോണന്റുകളെ നമ്മുടെ ശരീരത്തിൽ ഉടനീളം ഒഴുകാനായിട്ട് സഹായിക്കുന്നത് ഈ ഒരു പ്ലാസ്മയാണ്. ബിക്കോസ് ഇറ്റ് ഈസ് എ വാട്ടറി ഫ്ലൂയിഡ് പാർട്ട് ഓഫ് ദ ബ്ലഡ് ആണ് അല്ലെ. ഓക്കെ, ഇതിനകത്താണ് എന്ത് വരുന്നത്? നമ്മുടെ RBC, WBC, പ്ലേറ്റ്ലെറ്റ് പോലെയുള്ള കമ്പോണന്റുകളൊക്കെ ഈ ഒരു പ്ലാസ്മയ്ക്കകത്താണ് സസ്പെൻഡ് ചെയ്തിരിക്കുന്നത് കേട്ടോ. അപ്പൊ ഇനി അടുത്ത നമുക്ക് പ്ലാസ്മയുടെ ഫങ്ഷൻസ് ഏതാണെന്ന് നോക്കാം. പ്ലാസ്മ പെർഫോംസ് മെനി ഫങ്ഷൻസ് ഇൻക്ലൂഡിംഗ് ദ ഫോളോയിങ് കേട്ടോ. പ്ലാസ്മ പെർഫോംസ് മെനി ഫങ്ഷൻസ് ഇൻക്ലൂഡിംഗ് ദ ഫോളോയിങ്. ഇനി ഒരു പ്ലാസ്മയുടെ പ്രധാനപ്പെട്ട ഫങ്ഷൻസുകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അതിനു മുമ്പായിട്ട് ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുക കേട്ടോ. ഈ പ്ലാസ്മയ്ക്കകത്ത് പ്രധാനമായിട്ടും 3 പ്രോട്ടീനുകളാണ് ഉള്ളത്. എത്ര പ്രോട്ടീനാണുള്ളത്? 3 പ്രോട്ടീനുകളാണ് പ്ലാസ്മയ്ക്കകത്ത് ഉള്ളത്. ഏതൊക്കെയാണ് ആ പ്രോട്ടീൻസ് എന്ന് അറിയാമോ? അതിന്റെ പേരുകൾ ഇവിടെ പറഞ്ഞു പോകുന്നുണ്ട് കേട്ടോ. അപ്പൊ അത് നിങ്ങളത് അറിഞ്ഞിരുന്നുള്ളൂ. അതായത് നിങ്ങൾക്ക് അറിയാവുന്നതായിരിക്കാം കേട്ടോ ചിലപ്പോ. പ്ലാസ്മ അതിന്റെ പ്രധാനമായിട്ടും 3 പ്രോട്ടീനുകളാണുള്ളത്. ഒന്ന് ആൽബുമിൻ ആണ് കേട്ടോ. ഒന്നാമത്തെ പ്രോട്ടീൻ ഏതാണ്? ആൽബുമിൻ ആണ്. ആൽബുമിൻ. ആൽബുമിന്റെ ഫംഗ്ഷൻ എന്താണെന്ന് അറിയാമോ? നമ്മുടെ രക്തസമ്മർദ്ദം നിയന്ത്രിക്കാനായിട്ട് സഹായിക്കുന്ന ഒരു പ്ലാസ്മ പ്രോട്ടീൻ ആണ് കേട്ടോ. ഓക്കെ, മനസ്സിലായോ? പ്ലാസ്മ പ്രോട്ടീനിനകത്ത് 3 പ്രോട്ടീൻസുകളാണ് വരുന്നത്. ഫസ്റ്റ് വൺ ആൽബുമിൻ. നിങ്ങൾ എപ്പോഴെങ്കിലും ഒക്കെ ബ്ലഡ് ഒക്കെ ടെസ്റ്റ് ചെയ്തവരായിരിക്കാം, CBC ടെസ്റ്റ് ഒക്കെ ചെയ്തിട്ടുണ്ടാവാം. അപ്പോഴൊക്കെ നിങ്ങൾ ഇത് കണ്ടിട്ടുണ്ടാവാം, ഈ പേരുകളൊക്കെ ഇനി ശ്രദ്ധിച്ചിട്ടുണ്ടാവാം. അപ്പൊ ആൽബുമിൻ എന്ന് പറയുന്നത് ഒരു പ്ലാസ്മ പ്രോട്ടീൻ ആണ് കേട്ടോ. കറക്റ്റ് ആണ് കേട്ടോ. പിന്നെ രണ്ടാമത്തതാണ് ഗ്ലോബുലിൻ. ഗ്ലോബുലിൻ എന്തിനാണ് സഹായിക്കുന്നത്? അതായത് നമ്മുടെ രോഗപ്രതിരോധത്തിന് ആവശ്യമായിട്ടുള്ള ആന്റിബോഡികളെ ഉത്പാദിപ്പിക്കുന്നത് ഗ്ലോബുലിൻ ആണ് കേട്ടോ. രോഗപ്രതിരോധത്തിന് ആവശ്യമായിട്ടുള്ള എന്താണ് ആന്റിബോഡീസിൽ ഉത്പാദിപ്പിക്കുന്നത് ഗ്ലോബുലിൻ ആണ്. പിന്നെ മൂന്നാമത് ഒരു പ്രോട്ടീൻ കൂടിയുണ്ട്, അതാണ് ഫൈബ്രിനോജൻ എന്ന് പറയുന്നത്. ഫൈബ്രിനോജന്റെ ഫംഗ്ഷൻ എന്ത് തന്നെയാണ്? ബ്ലഡ് ക്ലോട്ട് ചെയ്യാനായിട്ട് സഹായിക്കുക എന്നുള്ളതാണ് ഫൈബ്രിനോജന്റെ ഫംഗ്ഷൻ. മനസ്സിലായോ? അപ്പൊ പ്ലാസ്മയ്ക്കകത്ത് 3 പ്രോട്ടീനുകളുണ്ട്. ആൽബുമിനുണ്ട്, ഗ്ലോബുലിനുണ്ട്, ഫൈബ്രിനോജൻ ഉണ്ട്. ആൽബുമിന്റെ ഫംഗ്ഷൻ എന്താണ്? രക്തസമ്മർദ്ദം നിയന്ത്രിക്കുക. ഓക്കെ, ഗ്ലോബുലിന്റെ ഫംഗ്ഷൻ എന്താണ്? രോഗപ്രതിരോധത്തിന് ആവശ്യമായിട്ടുള്ള ആന്റിബോഡികളെ ഉത്പാദിപ്പിക്കുക. ഫൈബ്രിനോജന്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ബ്ലഡ് ക്ലോട്ട് ചെയ്യാനായിട്ട് സഹായിക്കും. ഇത് നിങ്ങളുടെ മനസ്സിലിരിക്കുക. ഇനി നമുക്ക് നോക്കാം പ്ലാസ്മയുടെ പ്രധാനപ്പെട്ട ഫംഗ്ഷൻസുകൾ എന്തൊക്കെയാണ്? ഹെൽപ്സ് ടു മെയിൻറ്റെയിൻ ദ ബ്ലഡ് പ്രഷർ അല്ലെ. ബ്ലഡ് പ്രഷർ, രക്തസമ്മർദ്ദം നിയന്ത്രിക്കാനായിട്ട് സഹായിക്കും. നമ്മൾ ഓൾറെഡി പറഞ്ഞു അല്ലെ. പ്ലാസ്മയ്ക്കകത്ത് ആൽബുമിൻ എന്ന് പറയുന്ന കമ്പോണന്റ് ആണ് രക്തസമ്മർദ്ദം നിയന്ത്രിക്കാനായിട്ട് സഹായിക്കും. സോ ദ ഫംഗ്ഷൻ ഓഫ് പ്ലാസ്മ എന്താണ്? ഹെൽപ്സ് ടു മെയിൻറ്റെയിൻ ദ ബ്ലഡ് പ്രഷർ. രണ്ടാമത്തെ എന്താണ്? ഇറ്റ് പ്രൊവൈഡ്സ് ദ പ്രോട്ടീൻസ് ഫോർ ദ ബ്ലഡ് ക്ലോട്ടിങ് അല്ലെ. ബ്ലഡ് ക്ലോട്ടിങ്ങിന് ആവശ്യമായിട്ടുള്ള പ്രോട്ടീനുകൾ ഉത്പാദിപ്പിക്കുന്നത്. ഇതാണ് ആ പ്രോട്ടീൻ? ഫൈബ്രിനോജൻ. നമ്മൾ പറഞ്ഞില്ലേ, പ്ലാസ്മ പ്രോട്ടീൻ ഫൈബ്രിനോജൻ ആണ് ബ്ലഡ് ക്ലോട്ടിങ്ങിന് സഹായിക്കുന്നത് കേട്ടോ. പിന്നെന്താണ്?
ബാലൻസ് ദ ലെവൽ ഓഫ് സോഡിയം ആൻഡ് പൊട്ടാസ്യം ആണ് കേട്ടോ. സോഡിയത്തിന്റെയും പൊട്ടാസ്യത്തിന്റെയും ലെവല് ബാലൻസ് ചെയ്യാനായിട്ട് സഹായിക്കും. ഈ സോഡിയം പൊട്ടാസ്യത്തിനെ ബാലൻസ് ചെയ്യുന്നതിലൂടെയാണ് നമ്മുടെ ബ്ലഡ് പ്രഷറും മറ്റും ഒക്കെ കൺട്രോൾ ചെയ്യുന്നത് കേട്ടോ. ആ രീതിയിൽ സോഡിയം പൊട്ടാസ്യത്തിന് ബാലൻസ് ചെയ്യുക. അപ്പൊ പ്രധാനമായിട്ട് 3 ഫംഗ്ഷൻസ് ആണ് കേട്ടോ. ഇതൊക്കെയാണ് ഹെൽപ്സ് ടു മെയിൻറ്റെയിൻ ദ ബ്ലഡ് പ്രഷർ, ഇറ്റ് പ്രൊവൈഡ്സ് ദ പ്രോട്ടീൻ ഫോർ ബ്ലഡ് ക്ലോട്ടിംഗ്, ദെൻ ബാലൻസ് ദ ലെവൽ ഓഫ് സോഡിയം ആൻഡ് പൊട്ടാസ്യം. ഇതാണ് മെയിൻ ആയിട്ട് ആരുടെ ഫംഗ്ഷൻസ് ആയിട്ട് വരുന്നത്, പ്ലാസ്മയുടെ ഫംഗ്ഷൻസ് ആയിട്ട് വരുന്നത്. ഓക്കെ ആണല്ലോ. ഇനി വേറൊരു കാര്യം കൊണ്ട് ഇത് പറയുന്നുണ്ട്, ക്രയോപ്രസിപിറ്റേറ്റ് AHF അഥവാ ആന്റി ഹീമോഫിലിക് ഫാക്ടർ കേട്ടോ. AHFന്റെ ഫുൾ ഫോം ആണ് ആന്റി ഹീമോഫിലിക് ഫാക്ടർ കേട്ടോ. ക്രയോപ്രസിപിറ്റേറ്റ് AHF. നോക്കാം എന്താണ് ക്രയോപ്രസിപിറ്റേറ്റ് AHF എന്ന് പറഞ്ഞാല്, ദ പോർഷൻ ഓഫ് ദ പ്ലാസ്മ, ദ പോർഷൻ ഓഫ് ദ പ്ലാസ്മ. അപ്പൊ പ്ലാസ്മയുടെ തന്നെ ഭാഗമാണ് കേട്ടോ, പ്ലാസ്മയുടെ തന്നെ ഭാഗമാണ്. ദ പോർഷൻ ഓഫ് ദ പ്ലാസ്മ ദാറ്റ് കണ്ടെയ്ൻസ് ക്ലോട്ടിംഗ് ഫാക്ടേഴ്സ് ദാറ്റ് ഹെൽപ്പ് ടു കൺട്രോൾ ദ ബ്ലീഡിംഗ് അല്ലെ. അതായത് നമ്മുടെ എന്താ പറയാ പ്ലാസ്മയ്ക്കകത്ത് ബ്ലഡ് ക്ലോട്ടിങ്ങിനെ സഹായിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള ക്ലോട്ടിംഗ് ഫാക്ടേഴ്സുകളെ ഉൽപ്പാദിപ്പിക്കുന്ന പ്ലാസ്മ പോർഷൻ ആണ്, പ്ലാസ്മയുടെ ഭാഗമാണ് ക്രയോപ്രസിപിറ്റേറ്റ് AHF. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ പ്ലാസ്മയ്ക്കകത്ത് ക്രയോപ്രസിപിറ്റേറ്റ് AHF ഉണ്ട്. അവരാണ് ആരെ ഉൽപ്പാദിപ്പിക്കുന്നത്, ഫൈബ്രിനോജൻ ഉൽപ്പാദിപ്പിക്കുന്നത്. ഈ പറയുന്ന ഫൈബ്രിനോജൻ ആണ് എന്തിനെ സഹായിക്കുന്നത്, ബ്ലഡ് ക്ലോട്ടിങ്ങിന് സഹായിക്കുന്നത്. ക്ലിയർ ആയോ പറഞ്ഞത്? ഓക്കെ. അതായത് പ്ലാസ്മയ്ക്കകത്തുള്ള ഒരു ഭാഗമാണ് ക്രയോപ്രസിപിറ്റേറ്റ് AHF, ഒരു ഭാഗമാണ്. ഈ ആന്റി ഹീമോഫിലിക് ഫാക്ടർ ക്രയോപ്രസിപിറ്റേറ്റ് AHF എന്ന് പറയുന്ന ഫാക്ടർ ആണ് ഫൈബ്രിനോജൻ പോലുള്ള ക്ലോട്ടിംഗ് ഫാക്ടേഴ്സിനെ ഉൽപ്പാദിപ്പിക്കുന്നത്. ഈ ഫൈബ്രിനോജൻ ആണ് നമ്മുടെ ബ്ലഡ് ക്ലോട്ട് ചെയ്യാനായിട്ട് സഹായിക്കുന്ന പ്ലാസ്മ പ്രോട്ടീൻ. ക്ലിയർ ആണോ പറഞ്ഞത്? ഓക്കെ. അടുത്തത് ആൽബുമിൻ, ഇമ്മ്യൂൺ ഗ്ലോബുലിൻ ആൻഡ് ക്ലോട്ടിംഗ് ഫാക്ടർ കോൺസെൻട്രേറ്റ് may also be separated and processed for the transfusion. നമ്മൾ തുടക്കം പറഞ്ഞല്ലോ, ബ്ലഡ് ബാങ്കിനകത്ത് നമ്മൾ എന്താണ് ബ്ലഡിന്റെ പലതരം കമ്പോണന്റുകളായിട്ടാണ് നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കുന്നതെന്ന് പറഞ്ഞല്ലോ. RBC ഒരു കമ്പോണന്റ്, WBC, പ്ലേറ്റ്ലെറ്റ്, അങ്ങനെ കമ്പോണന്റുകളുണ്ട്. എന്നതുപോലെ നമ്മൾ ഈ പറയുന്ന പ്ലാസ്മയിലെ പ്രോട്ടീനുകൾ ഉണ്ടല്ലോ, 3 പ്രോട്ടീനുകൾ, ആൽബുമിൻ, ഗ്ലോബുലിൻ, അതുപോലെ മറ്റേ എന്താ പറയാ ഫൈബ്രിനോജൻ, അങ്ങനെയുള്ള ഫാക്ടേഴ്സിനെ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് തന്നെയാണ് എവിടെ സൂക്ഷിക്കുന്നത്, ബ്ലഡ് ബാങ്കിനകത്ത് സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. ഓക്കെ, മനസ്സിലായോ പറഞ്ഞ കാര്യങ്ങള്? ക്ലിയർ ആണോ? എല്ലാത്തിന്റെയും കമ്പോണന്റുകളും ഫങ്ഷൻസ് ഒക്കെ മനസ്സിലായില്ലേ നിങ്ങൾക്ക്? ഇനി ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാണ്, ഇതിന് ആൻസർ ചെയ്യാട്ടോ. അതായത് ഇതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, which blood cell, ചോദ്യം ശ്രദ്ധിച്ചേക്കാട്ടോ, which blood cell that is responsible for the blood clot? ഒന്ന് പറഞ്ഞ ആൻസർ. which blood cell is responsible for the blood clot? ആൻസർ പറ. ഓക്കെ, കറക്റ്റ് ആണ് കേട്ടോ. ഷമാര, സൽമ, ദീപ്തി, ഹാബർ, ദിവ്യ, RBC ആണോ? ഒന്ന് ആലോചിച്ച് നോക്കിയേ. സുരേഷ്, രചന, സുനിമോൾ, ജവഹർ, അഭിനവ്, കൃഷ്ണ, അർച്ചന, വാണി. ഓക്കെ, കറക്റ്റ് ആണ്, കറക്റ്റ് ആണ് കേട്ടോ. പ്ലേറ്റ്ലെറ്റ് ആണ്. ഫാത്തിമ കറക്റ്റ് ആണ് കേട്ടോ. രക്ഷിത, രേഷ്മ, ജിസ്മ, ഋതു. ഓക്കെ, പ്ലേറ്റ്ലെറ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ കേൾക്കാം. വിച്ച് പ്ലാസ്മ പ്രോട്ടീൻ ഈസ് റെസ്പോൺസിബിൾ ഫോർ ദ ബ്ലഡ് ക്ലോട്ടിംഗ്? വിച്ച് പ്ലാസ്മ പ്രോട്ടീൻ ദാറ്റ് ഈസ് റെസ്പോൺസിബിൾ ഫോർ ദ ബ്ലഡ് ക്ലോട്ട്? വെരി ഗുഡ്, കറക്റ്റ് ആണ് കേട്ടോ. ഫൈബ്രിനോജൻ ആണ് കേട്ടോ. ചോദ്യത്തിന്റെ വ്യത്യാസം മനസ്സിലായോ? ചോദ്യം നോക്കിയിട്ട് ആൻസർ ചെയ്യണം കേട്ടോ. വിച്ച് ബ്ലഡ് സെൽ ഈസ് റെസ്പോൺസിബിൾ ഫോർ ബ്ലഡ് ക്ലോട്ട് എന്ന് പറഞ്ഞാൽ അതിനുത്തരം പ്ലേറ്റ്ലെറ്റ് ആണ് കേട്ടോ. അതായത് ഏത് രക്തകോശമാണ് ബ്ലഡ് ക്ലോട്ടിങ്ങിന് കാരണം എന്ന് ചോദിച്ചാൽ അതിനുത്തരം പ്ലേറ്റ്ലെറ്റ് ആണ്. അതേസമയം എടുത്ത് ചോദിക്കുകയാണ് വിച്ച് പ്ലാസ്മ പ്രോട്ടീൻ ദാറ്റ് ഈസ് റെസ്പോൺസിബിൾ ഫോർ ദ ബ്ലഡ് ക്ലോട്ടിംഗ് എന്ന് ചോദിക്കുകയാണെങ്കിൽ അതിന്റെ ആൻസർ ഫൈബ്രിനോജൻ ആണ്. രണ്ടിലും ഫംഗ്ഷൻ എന്ത് തന്നെയാണ്? ബ്ലഡ് ക്ലോട്ടിംഗ് ആണ്. ഓപ്ഷൻ എടുത്തത് രണ്ടും കൂടെ തരും കേട്ടോ. അപ്പൊ നിങ്ങൾ ക്വസ്റ്റ്യൻ കറക്റ്റ് ആയിട്ട് നോക്കിയിട്ട് വേണം ആൻസർ ചെയ്യാനായിട്ട് കേട്ടോ. തെറ്റിപ്പോകരുത് കൊണ്ട് പറഞ്ഞിട്ടാണ് കേട്ടോ. നിങ്ങൾക്ക് തെറ്റിച്ചിട്ടില്ല, നിങ്ങൾക്ക് അറിയാം. ഓക്കെ, അപ്പൊ വലിയ പ്രശ്നമില്ല. അപ്പൊ അടുത്ത ഭാഗത്തോട്ട് പോവാട്ടോ. വാട്ട് ഈസ് മീൻഡ് ബൈ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ആൻഡ് വൈ ആർ ബ്ലഡ് ബാങ്ക്സ് ഇമ്പോർട്ടന്റ് കേട്ടോ. അതായത് എന്താണ് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അതുപോലെ എന്തുകൊണ്ടാണ് ബ്ലഡ് ബാങ്കിന്റെ ഇമ്പോർട്ടൻസ് എന്താണ്, അതിന്റെ ഒരു പ്രാധാന്യം എന്താണ് കേട്ടോ. അപ്പൊ ഇവിടെ കൂടുതലൊന്നും പഠിക്കാനില്ല, കാരണം നമ്മൾ ഇതുവരെ പഠിച്ച കാര്യങ്ങളെ ജസ്റ്റ് ഒന്ന് കൺക്ലൂഡ് ചെയ്തിട്ട് അവിടെ എഴുതിയിരിക്കുന്നത് മാത്രമേ ഉള്ളൂ. വേറെ ഒന്നും അതിനകത്ത് എക്സ്ട്രാ പഠിക്കാനൊന്നുമില്ല. പക്ഷെ 2 പോയിന്റുകൾ അതിനകത്ത് പഠിക്കാനുണ്ട്. അത് മാത്രം നിങ്ങൾ അണ്ടർലൈൻ ചെയ്ത് വെച്ചാൽ കേട്ടോ.
നമുക്കൊന്ന് വായിക്കാം. Typically, the blood transfusion is the process in which the blood components are transferred from the one person, that means donor, into the bloodstream of another person, that is recipient. Okay, എന്താണ് ട്രാൻസ്ഫ്യൂഷൻ എന്നാണ് അവിടെ എഴുതിയത്. നമ്മൾ ഓൾറെഡി പഠിച്ച കാര്യമാണ് അല്ലെ. എന്താണ് ട്രാൻസ്ഫ്യൂഷൻ എന്ന് പറഞ്ഞാല് ഇറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് ട്രാൻസ്ഫറിംഗ് ദ ബ്ലഡ് കമ്പോണൻസ് എന്താണ് ഡോണർ ടു റെസിപ്പിയന്റ് കേട്ടോ. അതായത് ഒരു ദാതാവിൽ നിന്ന് ഒരു സ്വീകർത്താവിലേക്ക് ബ്ലഡ് ട്രാൻസ്ഫർ ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ ഇത് ഉദ്ദേശിക്കുന്നത് ട്രാൻസ്ഫ്യൂഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതൊക്കെ നമ്മൾ പഠിച്ച കാര്യങ്ങളാണ്. ഓക്കെ, പിന്നെന്താണ് ഇറ്റ് കംസ് ഇൻ ടു ആൻസർ എസ്പെഷ്യലി ആസ് എ ലൈഫ് സേവിംഗ് പ്രോസസ് ഫോർ ദ റെസിപ്പിയന്റ് when there is a large loss of blood cells through bleeding or depression of the bone marrow. And blood transfusion is considered as a noble cause. നമുക്കറിയാലോ രക്തദാനം എന്ന് പറയുന്നത് ഏറ്റവും മഹത്തരമായിട്ടുള്ള ഒരു കാര്യമാണ് അല്ലെ. പ്രത്യേകിച്ച് ഇതൊരു എന്താ പറയാ ട്രാൻസ്ഫ്യൂഷൻ എന്ന് പറയുന്നത് ബ്ലഡ് ഡൊണേഷൻ എന്ന് പറയുന്നത് ശരിക്കും ഒരു ലൈഫ് സേവിംഗ് പ്രോസസ് ആയിട്ടാണ് കണക്കാക്കുന്നത്. കാര്യം എന്താന്ന് വെച്ചാല് ഇപ്പൊ റെസിപ്പി ചെയ്തിട്ട് എന്തെങ്കിലും അപകടം സംഭവിച്ചു അല്ലെങ്കിൽ അവരുടെ ബോൺ മാരോ നമുക്കറിയാം നമ്മുടെ അസ്ഥിമജ്ജയിലൊക്കെയാണ് ഈ പറയുന്ന ബ്ലഡ് സെല്ലും മറ്റും ഒക്കെ പ്രൊഡ്യൂസ് ചെയ്തിരുന്നത്. അപ്പൊ നമ്മുടെ അസ്ഥിമജ്ജയ്ക്കൊക്കെ എന്തെങ്കിലും അസുഖങ്ങൾ വന്നു അല്ലെങ്കിൽ വല്ല ക്യാൻസർ ഒക്കെ വന്നു കഴിഞ്ഞാല് ഇത്തരത്തിലുള്ള ബ്ലഡ് സെല്ലുകളൊന്നും നമ്മുടെ ശരീരത്തിൽ വേണ്ട വിധത്തിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല. അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോ അവരുടെ എന്താ പറയാ ലൈഫ് വളരെ ത്രെട്ടനിങ് ആവും അല്ലെ. അപ്പൊ അങ്ങനെയൊക്കെയുള്ള ഒരു സിറ്റുവേഷനിൽ നമ്മളെ ലൈഫിനെ സേവ് ചെയ്യുന്ന ഒരു പ്രോസസ് ആണ് ഇത് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ എന്ന് പറയുന്നത്. ഇതൊക്കെ അത് നമുക്കറിയാം. പിന്നെ blood bank services act as a universal formula as they collect, test and store all types of blood. നമ്മൾ ബ്ലഡ് ബാങ്കിന്റെ പ്രാധാന്യമാണ് അവിടെ പറയുന്നത് അല്ലെ. ബ്ലഡ് ബാങ്കിന്റെ സേവനങ്ങൾ ഇതുപോലെ നമ്മളൊരു യൂണിവേഴ്സൽ സേവനമായിട്ട് ഒരു സാർവത്രികമായിട്ടാണ് നമ്മളതിനെ കണക്കാക്കുന്നത്. കാര്യം എന്താണ് എല്ലാ ടൈപ്പിലുമുള്ള ബ്ലഡുകളും അവിടെ സ്റ്റോർ ചെയ്യുന്നുണ്ട് അല്ലെ. എല്ലാ ടൈപ്പിലുള്ള ബ്ലഡുകളും അവിടെ സ്റ്റോർ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇനി നോക്കാം. They watchfully screen test the blood for any types of infection. Other than screening of infection, they also check the blood type, whether type A, B, AB or O, and whether it's Rh negative or Rh positive. Compatibility testing is done to find out if a particular unit of blood can be transferred safely into a certain patient. നമ്മൾ പഠിച്ച കാര്യങ്ങളാണ് അല്ലെ. ഒരു ബ്ലഡ് ബാങ്ക് എന്ന് പറയുമ്പോൾ അതിൽ ഒരുപാട് ടെസ്റ്റുകളും മറ്റുമൊക്കെ കണ്ടക്ട് ചെയ്യുന്നുണ്ട് അല്ലെ. ഇൻഫെക്ഷൻ ഉണ്ടോ എന്ന് അറിയുന്നുണ്ട്, ടെസ്റ്റുകൾ നടത്തുന്നുണ്ട്, ഗ്രൂപ്പിംഗ് ടെസ്റ്റുകൾ നടത്തുന്നുണ്ട്, ഒരു ബ്ലഡ് ഗ്രൂപ്പ് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്ന് അറിയുന്നുണ്ട്, ആർച്ച് ടെസ്റ്റുകളും എല്ലാം നടത്തുന്നുണ്ട്. ഒപ്പം എന്താണ് കമ്പാറ്റബിലിറ്റി ടെസ്റ്റുകളൊക്കെ കണ്ടക്ട് ചെയ്യുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് അല്ലെ ബ്ലഡ് ബാങ്ക്. ഓക്കെ, ഇതൊക്കെ നമ്മൾ പറഞ്ഞ കാര്യങ്ങളാണ്. ഇനി നിങ്ങൾ പഠിക്കേണ്ട പോയിന്റ് അടുത്തതാണ് വരുന്നത്. അത് അണ്ടർലൈൻ ചെയ്ത് വെക്കാം. നോട്ട് ചെയ്യാം. ഇഫ് യുവർ ബ്ലഡ് ടൈപ്പ് ഇസ് O നെഗറ്റീവ്, ആണ് O നെഗറ്റീവ്, യു ആർ ദ യൂണിവേഴ്സൽ ഡോണർ ഹു ക്യാൻ ട്രാൻസ്ഫർ യുവർ ബ്ലഡ് ടു ഓൾമോസ്റ്റ് എവരിവൺ. ഓക്കെ, അപ്പോ വിച്ച് ബ്ലഡ് ഗ്രൂപ്പ് ഈസ് നോൺ ആസ് യൂണിവേഴ്സൽ ഡോണർ അല്ലെ. സാർവത്രിക ദാതാവ് അല്ലെങ്കിൽ യൂണിവേഴ്സൽ ഡോണർ എന്നറിയപ്പെടുന്ന ബ്ലഡ് ഗ്രൂപ്പ് ഏതാണ്? ഏതാണ് ആ ബ്ലഡ് ഗ്രൂപ്പ്? O നെഗറ്റീവ് ആണ് കേട്ടോ. O ആണെന്ന് മിക്കവർക്കും അറിയാം, എല്ലാവർക്കും അറിയാവുന്നതാണ്. O ഏതാണ്? O നെഗറ്റീവ് ആണ് കേട്ടോ. പോസിറ്റീവ് എഴുതി വെക്കരുത് കേട്ടോ. O നെഗറ്റീവ് ആണ് കേട്ടോ. യൂണിവേഴ്സൽ ഡോണർ അഥവാ സാർവത്രിക ദാതാവ് എന്നറിയപ്പെടുന്നത് O നെഗറ്റീവ് ആണ്. ഓക്കെ, കിട്ടിയല്ലോ? അത് നോട്ട് ചെയ്യുന്നു കേട്ടോ, ചോദിച്ചിട്ടുണ്ട്. ഇനി ഇഫ് യുവർ ബ്ലഡ് ടൈപ്പ് ഇസ് AB പോസിറ്റീവ്, യു ആക്ട് ആസ് എ യൂണിവേഴ്സൽ റെസിപ്പിയന്റ് കേട്ടോ. അതേസമയം എന്താണ് സാർവത്രിക സ്വീകർത്താവ് അഥവാ യൂണിവേഴ്സൽ റെസിപ്പിയന്റ് എന്നറിയപ്പെടുന്ന ബ്ലഡ് ഗ്രൂപ്പ് ഏതാണ്? അത് AB പോസിറ്റീവ് ആണ്. ഏതാണ്? AB പോസിറ്റീവ് ആണ് കേട്ടോ. ഓർത്തോ നിങ്ങള്? യൂണിവേഴ്സൽ ഡോണർ എന്നറിയപ്പെടുന്നത് O നെഗറ്റീവ് ആണ്. യൂണിവേഴ്സൽ റെസിപ്പിയന്റ് എന്നറിയപ്പെടുന്നത് AB പോസിറ്റീവ് ആണ് കേട്ടോ. മറന്നു പോകരുത് കേട്ടോ. ഒരുപാട് പ്രാവശ്യം വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് കേട്ടോ, തെറ്റി പോകരുത്. ഓക്കെ ആണല്ലോ? ഇനി നോക്കാം. However, any mismatch between the blood type can prove fatal, that means causing death. So the blood test must be done carefully. അപ്പൊ നമ്മള് ഇപ്പൊ ബ്ലഡ് ഗ്രൂപ്പ് ഒക്കെ നമ്മൾ വളരെ കൃത്യമായിട്ട് ചെക്ക് ചെയ്ത് വളരെ കെയർഫുൾ ആയിട്ട് മാച്ചിനൊക്കെ നോക്കിയിട്ട് വേണം നമ്മൾ ട്രാൻസ്ഫ്യൂഷൻ നടത്താനായിട്ട് അല്ലെ. ഇപ്പൊ ഏതെങ്കിലും തരത്തിൽ മിസ്മാച്ച് ഉണ്ടായി കഴിഞ്ഞാൽ അത് രോഗിയുടെ മരണത്തിന് വരെ കാരണമാവും അല്ലെ. മിസ്മാച്ച് ആയിട്ടുള്ള ബ്ലഡുകളൊക്കെ കൂടിക്കലർന്നാൽ അഗ്ലൂട്ടിനേഷൻ പോലെയുള്ള പ്രശ്നങ്ങളൊക്കെ വരികയും അത് രോഗിയുടെ മരണത്തിന് തന്നെ കാരണമാകും കേട്ടോ. ഓക്കെ, ക്ലിയർ ആണല്ലോ പറഞ്ഞത്? ഇത്രയും നമ്മൾ ഓക്കെ ആണോ?
ഓക്കെ, അടുത്തതിലോട്ട് പോവാം കേട്ടോ. നെക്സ്റ്റിലോട്ട് പോവാം. When is blood transfusion needed? കേട്ടോ. എപ്പോഴൊക്കെയാണ് നമുക്ക് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ആവശ്യമായിട്ട് വരുന്നത്? ഇത്രയും നേരം നമ്മൾ പറഞ്ഞത് ട്രാൻസ്ഫ്യൂഷനും മറ്റുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കി. ഇനി നമ്മൾ അറിയേണ്ടത് ട്രാൻസ്ഫ്യൂഷൻ ആവശ്യമായിട്ട് വരുന്ന സാഹചര്യങ്ങൾ അല്ലെങ്കിൽ സിറ്റുവേഷൻസ് ഏതൊക്കെയാണ്? ചില പ്രത്യേക സിറ്റുവേഷൻസ് അവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ആ കൊടുത്തതൊക്കെ നിങ്ങൾ നല്ലപോലെ വായിച്ച് മനസ്സിലാക്കി വെക്കണം. എന്തൊക്കെയാണെന്ന് നോക്കാം. ഇൻഡിവിജ്വൽസ് മേ റിക്വയർ എ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ഫോർ വെറൈറ്റി ഓഫ് സം ഓഫ് ദം ആർ. ഏതൊക്കെയാണ്? ഒന്നാമത്തെ നോക്കുക കേട്ടോ. ഫസ്റ്റ് പോയിന്റ് അറിയാവുന്ന കാര്യങ്ങളാണ്. ടു സബ്സ്റ്റിറ്റ്യൂട്ട് ഫോർ ദ ലോസ്റ്റ് ബ്ലഡ് ആഫ്റ്റർ എ സീരിയസ് ഓർ സർജറി. അതാണ് ടു സബ്സ്റ്റിറ്റ്യൂട്ട് ഫോർ ദ ലോസ്റ്റ് ബ്ലഡ് ആഫ്റ്റർ എ സീരിയസ് ഓർ സർജറി. അതായത് നമ്മൾ ഒരു ഗുരുതരമായിട്ടുള്ള സർജറിക്ക് ശേഷം അല്ലെങ്കിൽ നമുക്കൊരു ഗുരുതരമായിട്ട് ആക്സിഡന്റോ കാര്യങ്ങളോ ഒക്കെ സംഭവിച്ചു കഴിഞ്ഞാല് നമുക്ക് സിവിയർ ആയിട്ട് ബ്ലഡ് ലോസ് ഒക്കെ ഉണ്ടാവും അല്ലെ. അങ്ങനെയുള്ള സിറ്റുവേഷനിൽ നഷ്ടപ്പെട്ടു പോകുന്ന ബ്ലഡിന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് എന്ത് ആവശ്യമായിട്ട് വരും? ട്രാൻസ്ഫ്യൂഷൻ ആവശ്യമായിട്ട് വരും ആണല്ലോ. അപ്പൊ എന്താണ്? ആഫ്റ്റർ എ സീരിയസ് ഓഫ് സർജറി അല്ലെ, വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള സർജറി ഒക്കെ പ്രീപ്ലാൻഡ് ആയിട്ടുള്ളതാണെങ്കിൽ നമ്മൾ ഓൾറെഡി എന്ത് ചെയ്ത് വയ്ക്കും? സർജറിക്ക് മുമ്പ് തന്നെ അവരുടെ ബ്ലഡ് കറക്റ്റ് ആയിട്ട് നമ്മൾ എന്താണ് ബ്ലഡ് കൊടുക്കാനായിട്ട് കറക്റ്റ് ആയിട്ട് സെറ്റ് ചെയ്ത് വെക്കും അല്ലെ. അപ്പൊ അങ്ങനെയുള്ള സിറ്റുവേഷനിലൊക്കെ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ആവശ്യമാണ്. അതുപോലെ തന്നെ ഡൈജസ്റ്റീവ് ട്രാക്ട് ബ്ലീഡിങ് കേട്ടോ. ഡൈജസ്റ്റീവ് ട്രാക്ട് ബ്ലീഡിങ് നമ്മുടെ ദഹനനാളത്തിലൊക്കെ ഉണ്ടാകുന്ന രക്തസ്രാവമൊക്കെ ഉണ്ടല്ലോ. ദഹനനാളത്തിൽ ഉണ്ടാകുന്ന രക്തസ്രാവം, ഡൈജസ്റ്റീവ് ട്രാക്റ്റിൽ വരുന്ന ബ്ലീഡ്, ഇതെന്നൊക്കെ പറഞ്ഞ് വളരെ സിവിയർ ആയിട്ട് വരുന്ന സിറ്റുവേഷനിലാണ് നമുക്ക് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ആവശ്യമായിട്ട് വരുന്നത് കേട്ടോ. അപ്പം ഈ ഡൈജസ്റ്റീവ് ട്രാക്ട് ബ്ലീഡിംഗ് ഒക്കെ വരുന്ന സമയത്ത് ചിലപ്പോൾ നമ്മുടെ വായിലൂടെ അല്ലെങ്കിൽ നമ്മുടെ സ്റ്റൂളിലൂടെ ഒക്കെ ബ്ലഡ് നഷ്ടപ്പെട്ടു പോകാനൊക്കെ സാധ്യതയുണ്ട്. അങ്ങനെ ഒരു കുറെ ചെറിയ എമൗണ്ടിൽ ഇങ്ങനെ ബ്ലഡ് നഷ്ടപ്പെട്ട് അത് കുറെ കാലങ്ങളോളം നീണ്ടിരിക്കുമ്പോൾ വലിയൊരു അളവിൽ തന്നെ നമ്മുടെ ശരീരത്തിൽ ബ്ലഡ് ലോസ് ഉണ്ടാവും. അങ്ങനെ വരുമ്പോൾ നമ്മുടെ ലൈഫിനെ സപ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ഈ പറയുന്ന ട്രാൻസ്ഫ്യൂഷൻ ആവശ്യമായിട്ട് വരുന്നുണ്ട് കേട്ടോ. പിന്നെ വരുന്നതാണ് ലുക്കീമിയ. ലുക്കീമിയ എന്ന് പറഞ്ഞാൽ എന്താണ്? ബ്ലഡ് ക്യാൻസർ ആണ് അല്ലെ. ഇതാണ് അതല്ലേ ബ്ലഡ് ക്യാൻസർ ആണ്. പഴയ സിനിമയിലൊക്കെ മിക്കപ്പോഴും നമ്മൾ കാണുന്ന ക്യാൻസർ ആണ് ബ്ലഡ് ക്യാൻസർ അല്ലെ. അതായത് നമ്മുടെ ശരീരത്തിലെ WBC അല്ലെ, ശ്വേതരക്താണുക്കളുടെ അളവ് ക്രമാതീതമായിട്ട് വർദ്ധിച്ചു വരുന്ന ഒരു സാഹചര്യത്തിനെയാണ് നമ്മൾ ലുക്കീമിയ എന്ന് പറയുന്നത് കേട്ടോ. നമ്മുടെ ശരീരത്തിലെ WBCയുടെ കൗണ്ട് ഉണ്ടല്ലോ, അത് വളരെയധികം കൂടും. സാധാരണ നമുക്കൊരു പനി ഇൻഫെക്ഷൻ ഒക്കെ വരുമ്പോൾ WBCയുടെ അളവ് കൂടുതലായിരിക്കും. അങ്ങനെയുള്ള കൂടുതലല്ല, ഇത് വല്ലാത്തൊരു അളവിൽ നമ്മള് ഭയങ്കരമായിട്ട് കൂടുന്ന ഒരു അവസ്ഥയുണ്ട്. അതിനെയാണ് നമ്മൾ ലുക്കീമിയ അഥവാ ബ്ലഡ് ക്യാൻസർ എന്ന് പറയുന്നത് കേട്ടോ. അങ്ങനെയുള്ള സിറ്റുവേഷൻസ്, അതൊക്കെ ഒരു രക്താർബുദം അല്ലെ, ഈ രക്തത്തിന് വരുന്ന ബ്ലഡിന് വരുന്ന ഡിസോർഡേഴ്സ് ആണ്. അപ്പൊ അങ്ങനെയുള്ള സിറ്റുവേഷനിലൊക്കെ നമുക്ക് ട്രാൻസ്ഫ്യൂഷൻ ആവശ്യമായിട്ട് വരും കേട്ടോ. കാരണം WBCയുടെ അളവ് കൂടുമ്പോൾ ആനുപാതികമായിട്ട് മറ്റുള്ള അളവ് താഴ്ന്നു പോകും. RBC പ്ലേറ്റ്ലെറ്റ് അതിന്റെയൊക്കെ അളവൊക്കെ അതിനനുസരിച്ച് വല്ലാതെ താഴ്ന്നു പോകും. അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്ക് ബ്ലഡ് കമ്പോണൻസുകൾ അവിടെ സപ്ലൈ ചെയ്യുന്നതായിട്ട് വരും കേട്ടോ. ദാറ്റ് മീൻസ് ട്രാൻസ്ഫ്യൂഷൻ ആവശ്യമായിട്ട് വരും. അതുപോലെ തന്നെ ലാക്ക് ഓഫ് ഹെൽത്തി റെഡ് ബ്ലഡ് സെൽ, അതായത് നമുക്ക് വളരെ ഹെൽത്തി ആയിട്ടുള്ള RBCകളുടെ കുറവ് നമ്മൾ നേരത്തെ പറഞ്ഞില്ല, അനീമിയ പോലെയുള്ള പ്രശ്നങ്ങളൊക്കെ സിവിയർ ആയിട്ട് വന്നാല് RBCയുടെ അളവ് കുറവായിരിക്കും. അങ്ങനെയുള്ള സിറ്റുവേഷനിൽ നമുക്ക് RBC എന്ന് പറയുന്ന കമ്പോണന്റ് സപ്ലൈ ചെയ്യുന്നതായിട്ട് വരും. പറഞ്ഞാൽ ട്രാൻസ്ഫ്യൂഷൻ നമുക്ക് അവിടെ ആവശ്യമായിട്ട് വരും. പിന്നെ വരുന്നത് റേഡിയേഷൻ തെറാപ്പി, കീമോതെറാപ്പി ആൻഡ് അതർ ക്യാൻസർ ട്രീറ്റ്മെന്റ് കേട്ടോ. മറ്റുള്ള റേഡിയേഷൻ, കീമോതെറാപ്പി, ക്യാൻസർ ട്രീറ്റ്മെന്റുകളുടെ ഒക്കെ ഭാഗമായിട്ട് നമുക്ക് എന്ത് ആവശ്യം വരുന്നുണ്ട്? ട്രാൻസ്ഫ്യൂഷൻ നമുക്ക് ആവശ്യമായിട്ട് വരും. ഓക്കെ. പിന്നെ വരുന്നത് ലിവർ പ്രോബ്ലംസ് ആണ് അല്ലെ. കരൾ സംബന്ധമായിട്ടൊക്കെ പ്രശ്നങ്ങൾ ഉള്ളവരെ സംബന്ധിച്ച് പ്ലാസ്മ കമ്പോണന്റ് അവിടെ വളരെയധികം കുറവായിരിക്കും. അപ്പൊ അങ്ങനെയുള്ള രോഗികൾക്ക് നമുക്ക് എന്ത് കൊടുക്കണം? ട്രാൻസ്ഫ്യൂഷൻ ചെയ്യേണ്ടതായിട്ട് വരും. പിന്നെ ബ്ലഡ് ഡിസോർഡേഴ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ ലുക്കീമിയൊക്കെ അതിനകത്ത് വരുന്നത്. ലുക്കീമിയ, അതുപോലെ തന്നെ എന്താണ് ഹീമോഫീലിയ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും അല്ലെ. രക്തം കട്ട പിടിക്കാത്ത അവസ്ഥ ഹീമോഫീലിയ എന്നാണ് പറയുന്നത്. ഹീമോഫീലിയ, അതുപോലെ ലുക്കീമിയ, പിന്നെ ലിംഫോമ, അങ്ങനെയൊക്കെയുള്ള ഒരുപാട് ബ്ലഡ് ഡിസോർഡേഴ്സ് ഉണ്ട്. ക്യാൻസർ ഒക്കെയാണ്. അപ്പൊ അങ്ങനെയുള്ള അസുഖങ്ങളുടെ ഭാഗമായിട്ട് നമുക്ക് എന്ത് വേണ്ടി വരും? ട്രാൻസ്ഫ്യൂഷൻ ആവശ്യമായിട്ട് വരും. ഇതൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം. ഇതൊക്കെയാണ് ടു സബ്സ്റ്റിറ്റ്യൂട്ട് ഫോർ ദ ലോസ്റ്റ്
ബ്ലഡ് ബാങ്ക് ആണ് കേട്ടോ, ബ്ലഡ് ബാങ്ക് ആണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പൊ എന്താണ് ടു സബ്സ്റ്റിറ്റ്യൂട്ട് ഫോർ ദ ലോസ്റ്റ് ബ്ലഡ് ആഫ്റ്റർ എ സീരീസ് ഓഫ് സർജറി, then digestive tract bleeding, then leukemia, lack of healthy RBC, radiation therapy, chemotherapy and other cancer treatment, liver problems and blood disorder. ഓക്കെ, ഇങ്ങനെയുള്ള സിറ്റുവേഷനിലൊക്കെ നമുക്ക് ട്രാൻസ്ഫ്യൂഷൻ ആവശ്യമായിട്ട് വരും. ഓക്കെ ആണോ? ഇതൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കണം കേട്ടോ. താഴെ തന്നിരിക്കുന്നവയില് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ആവശ്യമായിട്ട് വരുന്ന സിറ്റുവേഷൻസ് ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഓർത്ത് വെക്കുക കേട്ടോ. അത് നിങ്ങൾക്ക് ഓപ്ഷൻ കാണുമ്പോൾ ഓർമ്മ വരും. അടുത്തത് ജോബ് റെസ്പോൺസിബിലിറ്റീസ് ഓഫ് എ ബ്ലഡ് ബാങ്ക് മാനേജർ. ഇനി നമ്മൾ പഠിക്കുന്നത് ഒരു ബ്ലഡ് ബാങ്ക് കഴിഞ്ഞിട്ട് ലാസ്റ്റ് ഭാഗമായി, അതായത് ബ്ലഡ് ബാങ്ക് മാനേജറുടെ ജോബ് റെസ്പോൺസിബിലിറ്റീസ് എന്തൊക്കെയാണ്, അദ്ദേഹത്തിന്റെ ഉത്തരവാദിത്തങ്ങൾ എന്തൊക്കെയാന്ന് നോക്കാം. ഒന്നാമത്തെ പോയിന്റ് ഇതാണ്, എ ബ്ലഡ് ബാങ്ക് മാനേജർ ആക്ട് ആസ് എ ഹെഡ് ഓഫ് ദ എൻറ്റയർ ബ്ലഡ് ബാങ്ക്. അതാണ് ഈ ബ്ലഡ് ബാങ്ക് മാനേജർ ആക്ട് ആസ് എ ഹെഡ് ഓഫ് ദ എൻറ്റയർ ബ്ലഡ് ബാങ്ക്. ഒരു മുഴുവൻ അല്ലെ, ഒരു ബ്ലഡ് ബാങ്കിന്റെ തലവൻ, ഹെഡ് എന്ന് പറഞ്ഞാൽ ആരായിരിക്കും? അത് ബ്ലഡ് ബാങ്ക് മാനേജർ ആയിരിക്കും. ഓക്കെ, രണ്ടാമത്തെ പോയിന്റ് നോക്കി, he or she is at the helm of the daily operations at the blood bank, checking expenses, conducting inspections and working with the third party എന്നാണ് കേട്ടോ. ഹാൻഡ് പാർട്ടി എന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത്. തേർഡ് പാർട്ടി എന്നാക്കാം കേട്ടോ. തേർഡ് THIRD തേർഡ് കേട്ടോ. തേർഡ് പാർട്ടി സർവീസസ്. അതായത് നമ്മുടെ ബ്ലഡ് ബാങ്കിനകത്ത് നടക്കുന്ന ദൈനംദിന പ്രവർത്തനങ്ങൾക്ക് എല്ലാത്തിനും മേൽനോട്ടം വഹിക്കുന്നത് ആരായിരിക്കും? ബ്ലഡ് ബാങ്ക് മാനേജർ. അല്ലെ, അദ്ദേഹം എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്? ചെക്കിങ് എക്സ്പെൻസസ് അല്ലെ, കൃത്യമായിട്ടുള്ള ചെലവുകൾ, എക്സ്പെൻസുകളൊക്കെ കൃത്യമായിട്ട് ചെക്ക് ചെയ്യുന്നു. കണ്ടക്ടിങ് ഇൻസ്പെക്ഷൻസ് അല്ലെ, ലാബ് സംബന്ധമായിട്ടുള്ള ബ്ലഡ് ബാങ്ക് സംബന്ധമായിട്ടുള്ള ഇൻസ്പെക്ഷൻസ് അല്ലെ, ഇടയ്ക്കിടയ്ക്കുള്ള പരിശോധനകളും കാര്യങ്ങളൊക്കെ കണ്ടക്ട് ചെയ്യുന്നു. അതോടൊപ്പം തന്നെ വർക്കിംഗ് വിത്ത് തേർഡ് പാർട്ടി സർവീസസ്. തേർഡ് പാർട്ടി സർവീസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ തുടക്കം പറഞ്ഞില്ല, ബ്ലഡ് എസ്റ്റാബ്ലിഷ്മെന്റ്, ചില ബ്ലഡ് ഡൊണേഷനുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ചില ക്ലബുകള്, ചില ഓർഗനൈസേഷൻസ് ഒക്കെ ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞില്ലേ. അങ്ങനെയുള്ള തേർഡ് പാർട്ടി സേവനങ്ങളുമായിട്ട് സഹകരിച്ച് പ്രവർത്തിക്കുക എന്നുള്ളതും ബ്ലഡ് ബാങ്ക് മാനേജറുടെ റെസ്പോൺസിബിലിറ്റിയാണ്. ഓക്കെ, ക്ലിയർ ആയോ പറഞ്ഞത്? അപ്പൊ ഒരു ലാബല്ല ബ്ലഡ് ബാങ്കിനകത്ത് നടക്കുന്ന ദൈനംദിന പ്രവർത്തനങ്ങൾക്ക് മേൽനോട്ടം വഹിക്കുന്നതും, ചെലവുകൾ ചെക്ക് ചെയ്യുന്നു, പരിശോധനകൾ കണ്ടക്ട് ചെയ്യുന്നു, അതുപോലെ മറ്റുള്ള തേർഡ് പാർട്ടി സർവീസുകൾ, സേവനങ്ങളുമായിട്ട് സഹകരിച്ച് പ്രവർത്തിക്കേണ്ടതൊക്കെ ഒരു ലാബ് മാനേജറുടെ, ബ്ലഡ് ബാങ്ക് മാനേജറുടെ ഉത്തരവാദിത്തങ്ങളാണ് കേട്ടോ, റെസ്പോൺസിബിലിറ്റിയാണ്. മൂന്നാമത്തെ പോയിന്റ് ഇതാണ്, അക്കൗണ്ടബിൾ ഫോർ സെലക്ടിങ്, ട്രെയിനിങ് ആൻഡ് ഗൈഡിങ് ടാസ്ക് ഓഫ് പേഴ്സണൽസ്. പേഴ്സണൽ എന്ന് പറഞ്ഞാൽ സ്റ്റാഫ് എന്നാണ് അർത്ഥം കേട്ടോ. പേഴ്സണൽ എന്ന് പറഞ്ഞാൽ സ്റ്റാഫ് എന്നാണ് അർത്ഥം. അതായത് നമുക്കറിയാം, നമ്മൾ ബ്ലഡ് ബാങ്കിനകത്തേക്കുള്ള ഈ പറയുന്ന സ്റ്റാഫുകളുണ്ട്, അവിടുത്തെ ആളുകൾക്ക്, ജീവനക്കാർക്ക് അവരെ സെലക്ട് ചെയ്യുക, അവരെ റിക്രൂട്ട് ചെയ്യുക, അവർക്ക് ആവശ്യമായിട്ടുള്ള പരിശീലനങ്ങൾ കൊടുക്കുക, അവർക്ക് വേണ്ട മാർഗനിർദ്ദേശങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യാനായിട്ട് റെസ്പോൺസിബിൾ ആയിട്ടുള്ള വ്യക്തി ആരാണ്? അത് ബ്ലഡ് ബാങ്ക് മാനേജർ ആണ് അല്ലെ. കൂടാതെ എന്താണ്, he or she supervises and leads newly hired staff on the work they do and implement different rules and regulations of the company. Training is given. അത് മാത്രമല്ല, ബ്ലഡ് ബാങ്കിനകത്ത് പുതുതായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട സ്റ്റാഫുകൾ ഉണ്ടായിരിക്കും, നിലവിൽ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകൾ ഉണ്ടായിരിക്കും അല്ലെ. അവരെ മേൽനോട്ടം വഹിക്കുക, അവരെ സൂപ്പർവൈസ് ചെയ്യുക, അവരെ ലീഡ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകുക, അവർക്ക് ആവശ്യമായിട്ടുള്ള ഗൈഡൻസ് കൊടുക്കുക, ഇതൊക്കെ ഒരു ബ്ലഡ് ബാങ്ക് മാനേജറുടെ റെസ്പോൺസിബിലിറ്റിയിൽ വരുന്നതാണ്. അവർക്ക് വേണ്ട പരിശീലനങ്ങൾ, സർവീസ് ട്രെയിനിങ്ങുകൾ അവർക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് ഒരു ബ്ലഡ് ബാങ്ക് മാനേജറാണ്. ഓക്കെ, അടുത്ത പോയിന്റ് നോക്കിയേ, he also oversees and assesses the growth performance of the staff and ensures that files and records are updated and properly stored. അതുകൂടാതെ തന്നെ എന്താണ്, ഈ ബ്ലഡ് ബാങ്കിനകത്ത് പ്രവർത്തിക്കുന്ന സ്റ്റാഫുകളുടെ പ്രകടനം അല്ലെ, അവരുടെ ആ ഒരു പെർഫോമൻസ് അത് കൃത്യമായിട്ട് നിരീക്ഷിച്ച് അതിന് കൃത്യമായിട്ട് വിലയിരുത്തുക. എല്ലാവരും വേണ്ട നല്ല രീതിയിലൊക്കെ അവിടെ പ്രവർത്തിക്കുന്നുണ്ടോ, അവരുടെ പെർഫോമൻസ് നല്ല രീതിയിലാണോ മുന്നോട്ട് പോകുന്നത്. അത് മാത്രമല്ല, ആ ഒരു ബ്ലഡ് ബാങ്ക് സംബന്ധമായിട്ടുള്ള എല്ലാ ഫയലുകളും റെക്കോർഡുകളും അപ്ഡേറ്റ് ചെയ്ത്, കൃത്യമായിട്ട് അപ്ഡേറ്റ് ചെയ്ത് പ്രോപ്പർ ആയിട്ട് സ്റ്റോർ ചെയ്യേണ്ടതും ആര് തന്നെയാണ്? ബ്ലഡ് ബാങ്ക് മാനേജറുടെ റെസ്പോൺസിബിലിറ്റിയാണ് അല്ലെ. ബ്ലഡ് ബാങ്ക് സംബന്ധമായിട്ട് ധാരാളം റെക്കോർഡുകളും ഫയലുകളും ഒക്കെ ഉണ്ടായിരിക്കും അല്ലെ. അപ്പൊ അതെല്ലാം തന്നെ കൃത്യമായിട്ട് അപ്ഡേറ്റ് ചെയ്ത് പ്രോപ്പർ ആയിട്ട് സ്റ്റോർ ചെയ്ത് വെക്കുന്നതെന്ന് ഉറപ്പാക്കേണ്ടതും ബ്ലഡ് ബാങ്ക് മാനേജറുടെ റെസ്പോൺസിബിലിറ്റി
ചെയ്യാണ്. ഓക്കെ, ക്ലിയർ ആണല്ലോ. അടുത്ത് നോക്കൂ, അപ്പാർട്ട് ഫ്രം ദ മാനേജ്മെന്റ് ഓഫ് ബ്ലഡ് ബാങ്ക് സ്റ്റാഫ്, the blood bank manager is also responsible for developing central programs such as the blood donation month. അതായത് ഇതുവരെ പറഞ്ഞ 3 പോയിന്റും 4 പോയിന്റുകളും സ്റ്റാഫുകളെ മേൽനോട്ടം വഹിക്കുക, അവർക്ക് ക്രെഡിറ്റ്സ് കൊടുക്കുക, അല്ലെങ്കിൽ അവരെ നിരീക്ഷിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളാണ് പറഞ്ഞത് അല്ലെ. പക്ഷെ ഈ ബ്ലഡ് ബാങ്ക് സ്റ്റാഫിനെ മാനേജ് ചെയ്യുക എന്നതിനോടൊപ്പം തന്നെ അതുകൂടാതെ എന്ത് വേണം, സെന്റർ പ്രോഗ്രാമുകൾ, അതായത് ബ്ലഡ് ബാങ്കിനെ കേന്ദ്രീകരിച്ചുകൊണ്ട് സെന്റർ പ്രോഗ്രാമുകൾ കണ്ടക്ട് ചെയ്യാനുള്ള ഉത്തരവാദിത്വം ആർക്ക് തന്നെയാണുള്ളത്, ബ്ലഡ് ബാങ്ക് മാനേജർക്കാണ്. എങ്ങനെയൊക്കെയുള്ള പ്രോഗ്രാമുകൾ, സച്ച് ബ്ലഡ് ഡൊണേഷൻ മന്ത്. ഏതാണ് ബ്ലഡ് ഡൊണേഷൻ മന്ത് എന്നറിയാമോ? ബ്ലഡ് ഡൊണേഷൻ മന്ത് ഏതാണെന്ന് അറിയാമോ? ബ്ലഡ് ഡൊണേഷൻ മന്ത് ഏതാണ്? ആർക്കെങ്കിലും അറിയാമോ? ഇനി വരും ബ്ലഡ് ഡൊണേഷൻ മന്ത് ജനുവരി ആണ് കേട്ടോ. നോട്ട് ചെയ്ത് വെക്കണേ. ബ്ലഡ് ഡൊണേഷൻ മന്ത് എന്ന് പറയുന്നത് ജനുവരി ആണ് കേട്ടോ. അപ്പൊ നമ്മളിപ്പോ ജനുവരി മാസം ബ്ലഡ് ഡൊണേഷൻ മന്ത് ആണ്. ഇപ്പൊ എല്ലാവരും എല്ലാ ഡേറ്റ്സും മാസങ്ങളൊക്കെ സെലിബ്രേറ്റ് ചെയ്യുന്ന ഒരു കാലഘട്ടമാണ് അല്ലെ. ഓക്കെ, അപ്പൊ ബ്ലഡ് ഡൊണേഷൻ മന്ത് എന്ന് പറയുന്നത് ജനുവരി ആണ് കേട്ടോ. അപ്പൊ ഈ ഒരു ജനുവരി മാസമൊക്കെ വരുന്ന സമയത്ത് നമുക്ക് ബ്ലഡ് ബാങ്കിനെ കേന്ദ്രീകരിച്ചുകൊണ്ട് ചില പ്രോഗ്രാമുകളൊക്കെ നമുക്ക് കണ്ടക്ട് ചെയ്യാം അല്ലെ. അല്ലെങ്കിൽ ഒരു ബ്ലഡ് ഡൊണേഷൻ ക്യാമ്പുകൾ കണ്ടക്ട് ചെയ്യാം, അല്ലെങ്കിൽ സ്ഥിരമായിട്ട് ബ്ലഡ് ഡൊണേറ്റ് ചെയ്യുന്ന ആളുകളെയൊക്കെ നമുക്ക് ഇൻവൈറ്റ് ചെയ്ത് അവരെയൊക്കെ ഒരു ആദരിക്കുന്ന ഒരു ചടങ്ങുകളൊക്കെ നമുക്ക് വെക്കാം അല്ലെ. അതിലൂടെ നമുക്ക് ബ്ലഡ് ഡൊണേഷനെ പറ്റിയുള്ള കുറെ കാര്യങ്ങൾ പബ്ലിക്കിലോട്ട് എത്തിക്കാനൊക്കെ ആയിട്ട് നമുക്ക് സാധിക്കും. ആ രീതിയിൽ സെൻട്രൽ പ്രോഗ്രാമുകളൊക്കെ കണ്ടക്ട് ചെയ്യാനുള്ള ഉത്തരവാദിത്വം ആർക്കാണുള്ളത്? ഒരു ബ്ലഡ് ബാങ്ക് മാനേജർക്കാണ്. ഓക്കെ ആണോ? പോയിന്റുകൾ മനസ്സിലായോ? നെക്സ്റ്റ് വരുന്നത് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ മസ്റ്റ് എൻഷ്യൂർ. നമ്മൾ അറിയേണ്ട കാര്യമാണ് അല്ലെ. നമ്മൾ അഡ്മിനിസ്ട്രേഷൻ പഠിക്കുന്നവർ അറിയേണ്ട കാര്യമാണ്. ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഉറപ്പാക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് നോക്കാം. ഒന്നാമത്തെ നോക്കിയേ, ടു കീപ് ദ പ്രോപ്പർ സിസ്റ്റം ഓഫ് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ പ്രോട്ടോകോൾ. അതാണ് ടു കീപ് ദ പ്രോപ്പർ സിസ്റ്റം ഓഫ് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ പ്രോട്ടോകോൾ. അതായത് നമ്മുടെ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ പ്രോട്ടോകോളിന്റെ ശരിയായിട്ടുള്ള സംവിധാനം നിലനിർത്തേണ്ടത് ആരുടെ ഉത്തരവാദിത്വമാണ്? ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷന്റെ റെസ്പോൺസിബിലിറ്റിയാണ് കേട്ടോ. അതായത് ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ അല്ലെങ്കിൽ അവിടുത്തെ മാനേജ്മെന്റ് ഉറപ്പാക്കേണ്ട ഒരു കാര്യമാണ് എന്താണ്? അതായത് ട്രാൻസ്ഫ്യൂഷന്റെ ശരിയായിട്ടുള്ള പ്രോട്ടോകോൾ സംവിധാനം നിലനിർത്താം. നമുക്കറിയാം ട്രാൻസ്ഫ്യൂഷനുമായിട്ട് ബന്ധപ്പെട്ട് കൃത്യമായിട്ടുള്ള പ്രോട്ടോകോൾ ഉണ്ട് അല്ലെ. നമ്മൾ പറഞ്ഞിരുന്നു അല്ലെ, ബ്ലഡ് ഡൊണേഷനുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കാറുണ്ട്. ശരീരഭാരം, അല്ലെങ്കിൽ വയസ്സ്, പിന്നെ മറ്റു പല കണ്ടീഷൻസ്, പിന്നെ നമ്മൾ പറഞ്ഞു ബ്ലഡിന്റെ ടെസ്റ്റിംഗ്, RH ടെസ്റ്റിംഗ്, ഇൻഫെക്ഷൻ ടെസ്റ്റിംഗ്, ട്രാൻസ്ഫ്യൂഷൻ റിയാക്ഷൻ ടെസ്റ്റുകൾ, ഇതൊക്കെ നടത്തിയിട്ട് വേണം നമ്മളൊരു ട്രാൻസ്ഫ്യൂഷൻ നടത്താനായിട്ട്. അപ്പൊ അതൊക്കെ കൃത്യമായിട്ടുള്ള പ്രോട്ടോകോളിനനുസരിച്ചാണ് ചെയ്യുന്നത്. അപ്പൊ ആ രീതിയിൽ ഒരു ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ പ്രോട്ടോകോൾ സംവിധാനം ശരിയായിട്ട് നിലനിൽക്കുന്നുണ്ട് എന്ന് ഉറപ്പാക്കേണ്ടത് അവിടുത്തെ അഡ്മിനിസ്ട്രേഷന്റെ റെസ്പോൺസിബിലിറ്റിയാണ് കേട്ടോ. പിന്നെ വരുന്നത് വെരിഫൈ ഇൻസിഡന്റ് ഫോംസ് റിലേറ്റഡ് ടു ദ ട്രാൻസ്ഫ്യൂഷൻ റിയാക്ഷൻസ്, പ്രോപ്പർ മെയിൻ്റനൻസ് ഓഫ് റെക്കോർഡ്സ്. ട്രാൻസ്ഫ്യൂഷൻ റിയാക്ഷൻസ് നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, ട്രാൻസ്ഫ്യൂഷനുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ചില മോശം പ്രതികൂല സംഭവങ്ങളെയാണ് നമ്മൾ ട്രാൻസ്ഫ്യൂഷൻ റിയാക്ഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും ഇൻസിഡന്റുകൾ അല്ലെ, പ്രതികൂലമായിട്ടുള്ള എന്തെങ്കിലും സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത്തരം ഇൻസിഡന്റ് റെക്കോർഡുകൾ, ഫോംസുകളൊക്കെ കൃത്യമായിട്ട് വിലയിരുത്താം. അത് മാത്രമല്ല, പ്രോപ്പർ മെയിൻ്റനൻസ് ഓഫ് റെക്കോർഡ്, ബ്ലഡ് ബാങ്ക് സംബന്ധമായിട്ടുള്ള എല്ലാ റെക്കോർഡുകളും പ്രോപ്പർ ആയിട്ട് കൃത്യമായിട്ട് തന്നെ എന്ത് ചെയ്യുക? മെയിൻറ്റെയിൻ ചെയ്യുക കേട്ടോ. അതൊക്കെ അഡ്മിനിസ്ട്രേഷൻ ഉറപ്പാക്കേണ്ട കാര്യങ്ങളാണ്. പിന്നെ വരുന്നത് നോക്കിയേ, പ്രോപ്പർ സ്റ്റോറേജ് ഓഫ് ബ്ലഡ് ആൻഡ് ബ്ലഡ് പ്രോഡക്റ്റ് കേട്ടോ. അതായത് ഒരു ബ്ലഡ് ബാങ്കിനകത്ത് ബ്ലഡും മറ്റുള്ള ബ്ലഡ് പ്രോഡക്റ്റ് എന്ന് പറയുമ്പോൾ നമ്മള് ബ്ലഡ് കമ്പോണന്റ് ആണല്ലോ, നമ്മൾ സെപ്പറേറ്റ് ചെയ്തിട്ടാണല്ലോ ബ്ലഡ് ബാങ്കിനകത്ത് സ്റ്റോർ ചെയ്യുന്നത്. അപ്പൊ അത്തരത്തില് ബ്ലഡ് ബാങ്കിലുള്ള ബ്ലഡും മറ്റുള്ള ബ്ലഡ് പ്രോഡക്റ്റും പ്രോപ്പർ ആയിട്ട് സ്റ്റോർ ചെയ്യുന്നുണ്ടെന്ന് ഉറപ്പാക്കേണ്ടതും ആര് തന്നെയാണ്? അവിടുത്തെ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ആണ്. എല്ലാം നോക്കാൻ ബ്ലഡ് ബാങ്ക് മാനേജർ ഉണ്ട്, പക്ഷെ ആ ഒരു ബ്ലഡ് ബാങ്ക് പ്രവർത്തിക്കുന്ന ഒരു ഹോസ്പിറ്റലിലാണ് അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷനും ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഉറപ്പാക്കണം കേട്ടോ. പിന്നെന്താന്ന് വെച്ചാല്, ഡിപ്പാർട്ട്മെന്റ് ഈസ് കൺട്രോൾഡ് ബൈ ദ വെൽ ട്രെയിൻഡ് ആൻഡ് ക്വാളിഫൈഡ് പേഴ്സണൽ. അറിയാലോ, ഈ ബ്ലഡ് ബാങ്ക് എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെന്റ് അത് കൺട്രോൾ ചെയ്യുന്നത് വളരെ ക്വാളിഫൈഡ് ആയിട്ടുള്ള, വളരെ ട്രെയിൻഡ് ആയിട്ടുള്ള സ്റ്റാഫുകളായിരിക്കണം കേട്ടോ. പിന്നെ ഏറ്റവും ലാസ്റ്റത്തെ പോയിന്റ് എന്താ പറയുന്നത്? മേക്ക് അറേഞ്ച്മെന്റ്സ് ഫോർ ദ മീറ്റിംഗ്സ് ടു ഐഡന്റിഫൈ ആൻഡ് സെറ്റിൽ ദ ഡിപ്പാർട്ട്മെന്റൽ ഇഷ്യൂസ്, ആൾസോ ടു റിവൈസ് ദ എക്സിസ്റ്റിംഗ് പോളിസി കേട്ടോ. അതുകൂടാതെ
നമ്മുടെ ഡിപ്പാർട്ട്മെന്റൽ പ്രോബ്ലംസ്. നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് നമ്മൾ പറയുന്ന ബ്ലഡ് ബാങ്ക് ആണ്. അപ്പൊ നമ്മളിപ്പോ ബ്ലഡ് ബാങ്കുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ചില പ്രശ്നങ്ങൾ അല്ലെ, പ്രശ്നങ്ങളൊക്കെ കൃത്യമായിട്ട് ഐഡന്റിഫൈ ചെയ്യുന്നതിനുള്ള ക്രമീകരണങ്ങൾ അല്ലെ, മീറ്റിങ്ങുകളൊക്കെ കൃത്യമായിട്ട് ക്രമീകരിക്കാം. അതായത് ഏതൊരു ഹോസ്പിറ്റലിൽ എടുത്താലും എല്ലാ ഡിപ്പാർട്ട്മെന്റുകൾക്കും അതിൻ്റെതായ ചില പോരായ്മകളും പ്രശ്നങ്ങളൊക്കെ വരാം അല്ലെ. അപ്പൊ നമ്മൾ ഇവിടെ പറയുന്ന ബ്ലഡ് ബാങ്കുമായിട്ട് ബന്ധപ്പെട്ടുണ്ടാവുന്ന എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ കൃത്യമായിട്ട് തിരിച്ചറിയാനും അതിന് പരിഹാരം കാണുന്നതിനുള്ള മീറ്റിങ്ങുകളൊക്കെ കണ്ടക്ട് ചെയ്യാം. മീറ്റിങ്ങുകൾക്ക് വേണ്ട ക്രമീകരണങ്ങളൊക്കെ ചെയ്യാം. അതോടൊപ്പം തന്നെ ആൾസോ ടു റിവൈസ് ദ എക്സിസ്റ്റിംഗ് പോളിസീസ്, നിലവിലുള്ള പല പോളിസികൾ നയങ്ങളെ റിവൈസ് ചെയ്യാം, പരിഷ്കരിക്കാം. അപ്പൊ നമ്മളിങ്ങനെ പല പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ അതിനെപ്പറ്റി പഠിക്കുമ്പോഴാണ് ചിലപ്പോൾ ചില പോളിസികൾ നമുക്ക് മാറ്റേണ്ടതായിട്ട് വരും അല്ലെ, ചില നയങ്ങൾ നമുക്ക് മാറ്റേണ്ടതായിട്ട് വരും, ചില പുതിയ പോളിസികൾ കൊണ്ടുവരേണ്ടതായിട്ട് വരും, നിലവിലുള്ള ചില പോളിസികൾ എടുത്തു മാറ്റേണ്ടതായിട്ട് വരും. അപ്പൊ നമ്മൾ ഒരു പ്രശ്നങ്ങൾ വരുമ്പോൾ അതിനെപ്പറ്റി ഡിസ്കസ് ചെയ്യുമ്പോഴാണ് നമുക്ക് അങ്ങനെയൊക്കെ ചെയ്യേണ്ടതായിട്ട് വരും. അപ്പൊ പല എക്സിസ്റ്റിംഗ് പോളിസികൾ റിവൈസ് ചെയ്യുക, പരിഷ്കരിക്കുക. ചിലപ്പോൾ ചില പുതിയ പോളിസികളൊക്കെ നമുക്ക് കൊണ്ടുവരേണ്ടതായിട്ടും വരും. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള ഉത്തരവാദിത്തം ആർക്കാണുള്ളത്? അവിടുത്തെ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷനാണ്. എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞത്? ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ പ്രോട്ടോകോളിന്റെ ശരിയായ സംവിധാനങ്ങൾ നിലനിർത്താം, ട്രാൻസ്ഫ്യൂഷൻ റിയാക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന എന്തെങ്കിലും ഇൻസിഡന്റ് ഫോമുകൾ ഉണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് വെരിഫൈ ചെയ്യുക. അതുപോലെ തന്നെ ബ്ലഡ് ബാങ്ക് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ റെക്കോർഡുകളും പ്രോപ്പർ ആയിട്ട് മെയിൻ്റനൻസ് നടത്തുക. പിന്നെ ഒരു ബ്ലഡ് ബാങ്കിനകത്ത് ബ്ലഡും ബ്ലഡ് പ്രോഡക്റ്റും പ്രോപ്പർ ആയിട്ട് സ്റ്റോർ ചെയ്യുന്നതിന് ഉറപ്പാക്കുക. പിന്നെ എപ്പോഴും ഒരു ഡിപ്പാർട്ട്മെന്റ്, ഈ ഒരു ഡിപ്പാർട്ട്മെന്റ് വളരെ എന്താ പറയുക, ട്രെയിനഡ് ആയിട്ടുള്ള, അതുപോലെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള, ക്വാളിഫൈഡ് ആയിട്ടുള്ള വ്യക്തികൾ തന്നെയാണ് കൺട്രോൾ ചെയ്യുന്നത് എന്ന് ഉറപ്പാക്കേണ്ടത് അഡ്മിനിസ്ട്രേഷൻ ആണ്. പിന്നെ ഡിപ്പാർട്ട്മെന്റ് സംബന്ധമായിട്ടുള്ള പറയുന്ന വകുപ്പ് തല പ്രശ്നങ്ങളൊക്കെ തിരിച്ചറിയാനും പരിഹരിക്കുന്നതിനുമുള്ള മീറ്റിങ്ങുകൾ കണ്ടക്ട് ചെയ്യുക. നിലവിലുള്ള പല പോളിസികളും റിവൈസ് ചെയ്യാൻ, പരിഷ്കരിക്കുക, അപ്ഡേറ്റ് ചെയ്യാറുള്ളത് അഡ്മിനിസ്ട്രേഷൻ ഉറപ്പാക്കേണ്ട കാര്യം. ഇതോട് കൂടിയിട്ട് നമ്മുടെ ബ്ലഡ് ബാങ്ക് എന്ന് പറയുന്ന ചാപ്റ്റർ ഇവിടെ അവസാനിക്കുകയാണ് കേട്ടോ. എളുപ്പമുള്ള ചാപ്റ്റർ അല്ലേ? ചെറിയ ചാപ്റ്റർ ആണ്, എളുപ്പമുള്ള ചാപ്റ്റർ അല്ലേ? പഠിക്കാൻ എളുപ്പമല്ലേ? ഓക്കെ, കുറെയൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ് അല്ലെ. ഇപ്പൊ ബ്ലഡ് ബാങ്ക് എന്താണ്, അതിന്റെ ഫങ്ഷൻസ് എന്താണ്, അതിന്റെ എന്താ പറയുക ലൊക്കേഷൻ എന്താണ്, ഓർഗാനോഗ്രാം, ബ്ലഡിലെ കമ്പോണന്റുകൾ ഏതൊക്കെയാണ്, ഏതാണ് യൂണിവേഴ്സൽ ഡോണർ, ഏതാണ് യൂണിവേഴ്സൽ റിസിപ്പിയന്റ്, പിന്നെ ട്രാൻസ്ഫ്യൂഷൻ ആവശ്യമായിട്ട് വരുന്ന സിറ്റുവേഷൻസുകൾ എന്തൊക്കെയാണ് അല്ലെ. പിന്നെ നമ്മളൊരു ബ്ലഡ് ബാങ്ക് മാനേജർ ആരാണ്? അദ്ദേഹം ഹെഡ് ഓഫ് ദ ബ്ലഡ് ബാങ്ക് ആണ് അല്ലെ. ഓക്കെ, അപ്പൊ അദ്ദേഹത്തിന്റെ ഫങ്ഷൻസ് എന്താണ്? ഇതിനൊരു അഡ്മിനിസ്ട്രേഷൻ എന്നുള്ള രീതിയിൽ ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഉറപ്പാക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഇത്രയൊക്കെയുള്ള നിസ്സാരമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ചാപ്റ്ററിനകത്ത് പഠിക്കാനുള്ളൂ കേട്ടോ. ഓക്കെ, അപ്പൊ ഞാൻ അൺമ്യൂട്ട് ചെയ്യാണ്. ഇന്നത്തെ ക്ലാസ്സിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. അത് അടുത്ത ദിവസം നമുക്ക് ഏത് ചാപ്റ്റർ തുടങ്ങാൻ? നമുക്ക് ഡയാലിസിസ് എടുക്കട്ടെ. അടുത്ത ദിവസത്തെ ക്ലാസ്സിൽ ഡയാലിസിസ് എടുക്കാം കേട്ടോ. അൺമ്യൂട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ എന്തെങ്കിലും ഡൗട്ട് ഇന്നത്തെ ക്ലാസ്സിൽ ഉണ്ടെങ്കിൽ എനിക്ക് ചോദിക്കാം. എന്താണ് ഡോണ? ക്രയോ പ്രസിപ്പിറ്റേറ്റ് AHF അല്ലെ. ക്രയോ പ്രസിപ്പിറ്റേറ്റ് AHFന്റെ ഫുൾ ഫോം ആന്റി ഹീമോഫിലിക് ഫാക്ടർ എന്നാണ് കേട്ടോ. അതായത് നമ്മുടെ പ്ലാസ്മയുടെ തന്നെ ഒരു ഭാഗമാണ്. പ്ലാസ്മയുടെ തന്നെ ബ്ലഡിന്റെ ഒരു കമ്പോണന്റ് ആണല്ലോ പ്ലാസ്മ. ബ്ലഡിന്റെ ദ്രാവക ഭാഗമാണല്ലോ പ്ലാസ്മ എന്ന് പറയുന്നത്. ആ പ്ലാസ്മയുടെ തന്നെ ഒരു ഭാഗമാണ് ക്രയോ പ്രസിപ്പിറ്റേറ്റ് AHF എന്ന് പറയുന്നത്. ഈ ഒരു ഫാക്ടർ, ഈ ഒരു ഭാഗമാണ് ഈ പറയുന്ന ബ്ലഡ് ക്ലോട്ടിംഗ് ഫാക്ടേഴ്സിനെ ഉത്പാദിപ്പിക്കുന്നത്. ബ്ലഡ് ക്ലോട്ടിംഗ് ഫാക്ടർ ഏതാ പ്ലാസ്മയ്ക്കകത്ത്? ഫൈബ്രിനോജൻ ആണെന്ന് നമ്മൾ പറഞ്ഞല്ലോ. ഈ ഫൈബ്രിനോജൻ എന്ന് പറയുന്ന ക്ലോട്ടിംഗ് ഫാക്ടറിനെ ഉത്പാദിപ്പിക്കുന്നത് ആരാണ്? അത് പ്ലാസ്മയ്ക്കകത്ത് ക്രയോ പ്രസിപ്പിറ്റേറ്റ് AHF എന്ന് പറയുന്ന കമ്പോണന്റ് ആണ്. ദാറ്റ് മീൻസ് ആ ഒരു ഭാഗമാണ്. ഓക്കെ, ക്ലിയർ ആയി? പ്ലാസ്മയ്ക്കകത്ത് ക്രയോ പ്രസിപ്പിറ്റേറ്റ് AHF ഉണ്ട്. ആ ഭാഗമാണ് ഫൈബ്രിനോജൻ പോലെയുള്ള ബ്ലഡ് ക്ലോട്ടിംഗ് ഫാക്ടേഴ്സിനെ ഉത്പാദിപ്പിക്കുന്നത്. ക്ലിയർ ആണല്ലോ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് നാളെ കാണാം. നാളെ കാണാം കേട്ടോ. ശരി എന്നാ, വൈകിട്ട് ചെയ്യാം കേട്ടോ. ഓക്കെ, താങ്ക് യു.